إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. ആദ്യത്തെ മഴയാവുമ്പോൾ കുറച്ചൊക്കെ അനുഭവിക്കുന്നത് നല്ലതുമാണ്. പലരും വെള്ളമില്ലാതെ കിണറുകളിലും മറ്റും വെള്ളം വറ്റി ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലാഹു തരുന്ന നിഅമത്തിൽ ശുക്ർ അല്ലാതെ ആരുടെയും മനസ്സിൽ പ്രതിഷേധം തോന്നിപ്പോകരുത് എന്ന് ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘമായൊരു സമയം ഇപ്പോൾ പ്രസംഗിക്കാൻ പാടില്ല. എല്ലാ വിഷയത്തിനും മിതത്വം ഉണ്ടല്ലോ. പ്രസംഗിക്കുന്നതിനും കേൾക്കുന്ന നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ബുദ്ധിമുട്ടി ഇരിക്കുമ്പോൾ നീട്ടി പ്രസംഗിക്കാൻ ഈ സന്ദർഭത്തിൽ പാടില്ല. അതുകൊണ്ട് നീളമായി നീട്ടി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ വലിയ പ്രമുഖനായ വലിയാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. മഹാനവറുകളുടെ മരുമകൻ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ പറന്നുകൊണ്ട് സാധാരണ പക്ഷികളാണ് വരാറുള്ളത്. ഇതൊരു മനുഷ്യൻ തന്നെ പറഞ്ഞിട്ടാണ്. അത് അല്ലാഹു നൽകിയ ഒരു കറാമത്താണ്. അല്ലാഹു അവന്റെ ഔലിയാഇന് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ കാണല്ലോ കറാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ട ജനങ്ങൾക്കാണല്ലോ അല്ലാഹു സ്നേഹിച്ച, അല്ലാഹുവിനെ സ്നേഹിച്ച, അല്ലാഹു ഏറ്റെടുത്ത, അല്ലാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്താമെന്ന് ഇങ്ങോട്ട് ഏറ്റെടുത്ത, അല്ലാഹുമായി ആത്മീയമായി അടുത്ത, അല്ലാഹു ആത്മീയമായി ഇങ്ങോട്ടും അടുത്ത ആളുകൾക്കാണല്ലോ വലിയ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വലിയാകുന്ന ആളുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അചഞ്ചലമായ വിശ്വാസം, അതുപോലെ ആഴമേറിയ ഭക്തി, അല്ലാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുകയും ചെയ്യുന്ന ഭക്തി, അതുള്ളവനാണ് വലിയ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയ ഭാഗ്യമാണ് രണ്ട് തലത്തിലുള്ള കറാമത്ത്. അതിൽ ഒന്ന് മഅനവിയും ഒന്ന് ഹിസ്സിയും ആണ്. മഅനവിയായ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ്. അഥവാ ജീവിതം വളരെ ക്ലിയറാവുകയും അല്ലാഹു പൊരുത്തപ്പെടുന്നതൊന്നും ഒഴിഞ്ഞു പോകാതെ, അല്ലാഹു വിരോധിച്ചതൊന്നും വന്നു പോകാതെ നേരെ നേരെ വളരെ ക്ലിയറായി ജീവിക്കുക, ഇതിന് ഇസ്തിഖാമത്ത് എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതിന് മഅനവിയായ കറാമത്ത് എന്നാണ് പറയുക. ഈ കറാമത്ത് എല്ലാ സഹാബികളിലും പ്രകടമായിരുന്നു. സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുടങ്ങിയവർക്കൊക്കെ ഈ കറാമത്ത് പ്രകടമായി. മറ്റൊരു കറാമത്താണ് ഹിസ്സിയായ കറാമത്ത് എന്ന് പറയും.
ഹിസിയായ കറാമത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ചയിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ, അനുഭവത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹ നാട്ടിൽ ഫ്രൂട്ട്സ് ഒന്നും കിട്ടാത്ത സമയത്ത്, പഴങ്ങളൊന്നും കിട്ടാത്ത സമയത്ത് അല്ലാഹുവിൽ നിന്ന് സ്പെഷ്യലായി ഭക്ഷണം ഇറങ്ങി വന്നത് ഖുർആനിൽ കുല്ലമാ ദഖല അലൈഹാ സഖറിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. അതും ഹിസിയായ കറാമത്താണ്. അതുപോലെ ഖുർആനിൽ ധാരാളം കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട്. മരണശേഷമുള്ള കറാമത്തും ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. വലിയ വലിയ മഹാന്മാർക്ക് വലിയ വലിയ ചില പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കും. അങ്ങനെ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആ കൊണ്ട് കൊല ചെയ്ത ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു ഖീല ദഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നു. സ്വർഗ്ഗത്തിലേക്ക് കടന്നു കല്ലുകളിൽ കൊല്ലപ്പെട്ട ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ ഉണ്ടായി, ഖീല ദഖുലുൽ ജന്ന. കൊല ചെയ്യപ്പെട്ട മഹാനായ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ലൈത ഖൗമി അലമുന ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന വിവരം എന്റെ അനുയായികളായ ജനങ്ങളും അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനിയെങ്കിലും അവർ നന്നായാൽ നല്ലതല്ലേ. എറിഞ്ഞുകൊണ്ടവരോടും ഇപ്പോഴും ബഹുമാനപ്പെട്ടവർക്ക് അവരൊന്ന് നന്നായി കിട്ടണം എന്ന ആഗ്രഹമാണ്. മഹാന്മാര് അങ്ങനെയാണ്. ഒരാളോട് വിദ്വേഷവും വൈരാഗ്യവും മഹാന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. എല്ലാവരും അത് നന്നാകണം എന്ന ചിന്തയാണ് മഹാന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. എന്റെ റബ്ബ് എനിക്ക് മാപ്പ് തന്ന വിവരം എന്റെ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ കറാമത്ത് നൽകപ്പെട്ടവരിൽ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയ വിവരം എന്റെ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മരണശേഷം മരണാനന്തരം ആ മഹാൻ സംസാരിച്ച വിവരം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. മരണശേഷം കറാമത്ത് നൽകപ്പെട്ടു, അത് പറയുകയും ചെയ്തു. മരണശേഷം ആ വിഷയം പറയുകയും ചെയ്തു. അത് ഖുർആൻ എടുത്തു ഉദ്ധരിക്കുകയാണ് സൂറത്ത് യാസീൻ. അപ്പൊ മരണശേഷവും മരണത്തിനു മുമ്പും മഹാന്മാരായ ആളുകൾക്ക് അത്ഭുതകരമായ പല സംഭവങ്ങളും നിങ്ങൾ കേട്ട് കാണും. ഒരു ജഡ്ജിയായിരുന്നു ഖാദി ഇബ്നു അബീ ദുആദ് എന്ന് പറയുന്ന ജഡ്ജി, ഒരു ഖാദിയാണ് ഇബ്നു അബീ ദുആദ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായി. അദ്ദേഹം പറഞ്ഞുകൊടുത്ത ഫിത്ന ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി ഭരണാധികാരിയായ ചില തങ്ങന്മാരുമായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരാണ്. മുഅ്തസിം രാജാവ്, മുഹലക്കിൽ രാജാവ്, വാഹിഖിലില്ല, ഇങ്ങനെ കുറെ തങ്ങന്മാര് രാജ്യം ഭരിച്ചു. അവരും ഈ ഖാദി ഇബ്നു അബീ ദുആദ് എന്ന് പറയുന്ന പണ്ഡിതന്റെ ഖാദിയുടെ തെറ്റിദ്ധരിപ്പോയി. ആ കുടുങ്ങിപ്പോയ തങ്ങന്മാര് പല ആലിമീകളും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കൊല്ലുകയും ആക്രമിക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്തു. അതിൽപ്പെട്ട ഒരാളായിരുന്നു അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞ കാരണത്താൽ കൊന്നു. രാജാവ് തന്നെ തലവെട്ടി കൊന്നു. പരീക്ഷണമാണ്. അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ്. ആ തല രാജാവ് വ്യക്തി ഇങ്ങോട്ട് എടുത്തപ്പോ തല പച്ചയായി ഖുർആനോദി. ഉടലിൽ മുറിച്ചെടുത്ത തല ഖുർആനോദി. എത്രത്തോളം ആ തല കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് വരെ ഖുർആനോദി നിർത്തിയില്ല. തലയിങ്ങനെ ഇങ്ങനെ ഖുർആനോദി. അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ റളിയല്ലാഹു അൻഹു കറാമത്ത് ബഹുമാനപ്പെട്ട അവതരിപ്പിക്കുന്നു. മരണത്തിന് ശേഷവും മരണത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടജനങ്ങൾക്ക് അത്ഭുതങ്ങളിൽ പലതും പ്രകടമാകാം. ആ അത്ഭുതങ്ങളിൽ ഹിസ്സിയായ
അതായത് അനുഭവത്തിൽ നാം കാണുന്ന അത്ഭുതങ്ങൾ, അത് എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രകടമായ നിരവധി അത്ഭുതങ്ങൾ പ്രകടമായ ആളാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹു. ബഹുമാനപ്പെട്ടവർ, ഞാൻ മഴയെ പറ്റിയാ പറയാ. ബഹുമാനപ്പെട്ടവർ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കിരുന്ന് ദിക്റും ഖുർആനുമായി ഇങ്ങനെ കഴിയും. അപ്പൊ മരുമകൻ പുറത്തു നിൽക്കും. അപ്പൊ കണ്ടതാണ് ശൈഖവറുകളെ കാണാൻ വേറെ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് വന്നാളും വലിയ മഹാനാണ്, വലിയ ഈ പറഞ്ഞു വരാനുള്ള വലിയ കറാമത്ത്. പക്ഷേ ഒരാൾക്ക് അടുത്ത തെമ്മാഴിത്തം ചെയ്യുന്നവരോട് പറഞ്ഞാല് അതുകൊണ്ടത് കറാമത്തായിക്കൊള്ളണമെന്നില്ല. ചില ആളുകളുണ്ട് നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, അന്യൂല, നിസ്കരിക്കണ്ടാന്ന് പറയും, നോമ്പെടുക്കണ്ടാന്ന് പറയും, ആരുമികൾ ചീത്തയും പറയും, അങ്ങനെ എല്ലാം പറയും. എന്നിട്ട് ചിലപ്പോ അയാൾ ചില അത്ഭുതം കാണിച്ചു വരും, കള്ളത്തിരിക്കത്തേരൊക്കെ കാണും. ചില അത്ഭുതമൊക്കെ അവരും കാണിച്ചു വരും. അത് കറാമത്തല്ല. അതേപ്പറ്റി ഇബ്നു അറബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അങ്ങനെ കാണുന്ന അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞു. മര്യാദയ്ക്ക് നടക്കാത്ത ഒരാൾക്ക് കാണുന്ന അത്ഭുതം അതിവരെ കറാമത്തായിരുന്നു കാണണ്ട. കാരണം അതിനേക്കാൾക്ക് നന്നായിട്ട് കാക്ക പറക്കുമല്ലോ, അതുകൊണ്ട് കാക്കന്റെ കറാമത്തല്ലല്ലോ. അതുപോലെ വളരെ ദൂരങ്ങളിൽ ചെറിയ സമയം കൊണ്ട് എത്തുക, അത് ഇംഗ്ലീഷിൽ എത്താൻ കഴിയും. അങ്ങനെ നല്ലവരല്ലാത്തവർക്കും ചില അത്ഭുതങ്ങളൊക്കെ കണ്ടുവന്നു. പിന്നെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ആള് നല്ലതാണോ അല്ലേ എന്ന് മനസ്സിലാക്കൽ എങ്ങനെ? അത് അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളും സ്വഭാവവും ജീവിതവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹം ആള് നല്ലതാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ. അതാണ് അതിന്റെ മാനദണ്ഡം. അതിലേക്ക് ഇപ്പോൾ വിശദമായി കടക്കുന്നില്ല. ഇപ്പോൾ കള്ളത്തരീക്കത്തിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു സന്ദർഭം അല്ലല്ലോ. അപ്പോ പറന്നുകൊണ്ടൊരു മഹാൻ റിഫായിയുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം വീട്ടിൽ കടന്നുപോയി. എന്തൊക്കെയോ സംസാരിച്ച് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു. മരുമകൻ വാതിൽ തുറന്ന ശേഷം ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി വന്നവർ ചോദിച്ചു, ആരായിരുന്നു ആ വന്നാൾ, എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? ഓ, നിങ്ങളയാളെ കണ്ടോ? അദ്ദേഹം ബഹ്റു മുഹീത്ത് എന്ന് പറയുന്ന കടലിലുള്ള അവിടെ ഒരു ചെറിയ ഒരു ദ്വീപ്, ആ ദ്വീപിലുള്ള കുറെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ നേരത്തെയുള്ള സ്ഥാനം ഇല്ല. സ്ഥാനം കുറെ കുറഞ്ഞു. മുമ്പ് പ്രസിഡന്റ് ആയ ആൾക്ക് ചിലപ്പോ ഒരു മെമ്പറൊക്കെ ആയി പോലുണ്ട്. സംഗതി എന്തായി, അയാൾ ഇപ്പോഴും തന്നെ ഉണ്ട്. അതേസമയത്ത് ഇപ്പൊ പണ്ടത്തെ സ്ഥാനം ഒരാഴ്ചയായിട്ട് സ്ഥാനം കുറെ കുറവാണ്. എന്താ കാരണം? അത് കാരണം എന്ന് പറയുന്ന ദ്വീപിൽ കടലിൽ ഭയങ്കര മഴ, ഘോരമായ മഴ പെയ്യുന്ന കണ്ടപ്പോ മൂപ്പര മനസ്സിൽ തോന്നി, ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ടുള്ള കാര്യം ഇവിടെ എത്ര സ്ഥലമുണ്ട് മഴ പെയ്യാൻ? ഈ കടലിൽ ഇങ്ങനെ മഴ എത്ര കൃഷിസ്ഥലങ്ങളും വെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങളെ കൊണ്ട് മഴ പെയ്യാൻ, അവിടെ ഒന്നും മഴ പെയ്യാതെ ഒരാഴ്ച തോരാത്ത മഴ ഈ കടലിൽ പെയ്തു. ഇങ്ങനെ തോന്നി മനസ്സിൽ തോന്നി. കുറച്ചു കഴിഞ്ഞ മനസ്സിൽ ഓർമ്മയായി, ഞാനെന്തൊരു ആരാ മഴ പെയ്യിപ്പിച്ചത്? മഴ പെയ്യുന്നത് ആരാ? സൂര്യനും ചന്ദ്രനും എല്ലാം പടച്ചു വളർത്തുന്ന അള്ളാഹുവല്ലേ മഴ? അവനല്ലേ യഥാർത്ഥത്തിൽ എന്നെ പഠിച്ചത്? അവൻ തന്ന ബുദ്ധിയല്ലേ എന്നെ ഉള്ളത്? അവൻ തന്ന ചെറിയ ബുദ്ധി കൊണ്ട് അവൻ ചെയ്ത ഒരു കാര്യം ഇവിടെയാണോ വേണ്ടത്, ഇപ്പോഴാണോ വേണ്ടത് എന്ന് ചിന്തിച്ചാൽ എന്നെപ്പോലത്തെ ബുദ്ധി വേറെ ആരാണ്? ഈ ലോകമൊട്ടാകെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന ഒരു യജമാനനായ രാജാവ്, അവൻ തന്നതേ എനിക്കുള്ളൂ. അവന്റെ അറിവിന്റെ ശകലം പോലും ഇല്ല. അങ്ങനത്തെ ഞാൻ മഴ ഇവിടെയാണോ പെയ്യേണ്ടത് അവിടെയല്ലേ എന്ന് ഞാനൊരു അഭിപ്രായം പറയാൻ ഞാൻ ആരാ? അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ആരാ? വളരെ മോശമായി പോയല്ലോ എന്റെ മനസ്സിൽ തോന്നിയത്. എന്റെ മനസ്സിനെ തോന്നിയത് വളരെ മോശമായി പോയല്ലോ. അല്ലാഹുവിന്റെ ഒരു പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഒരു എതിരഭിപ്രായ മോശമായല്ലോ എന്റെ ആ വിചാരം. അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ, പുറത്തു തരണേ. എനിക്ക് അറിവിനോട് സംഭവിച്ചു
എനിക്കൊരു വിഡ്ഢിത്തം സംഭവിച്ചു പോയി. നീ ചെയ്യുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ ഒരു അഭിപ്രായം വന്നുപോയി. അതെനിക്ക് മാപ്പ് തരണേ. അല്ലാഹുവിനോട് ആ മഹാൻ മാപ്പ് പറഞ്ഞു. പക്ഷേ അല്ലാഹു മാപ്പ് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഈ മഹാന്മാരുടെ വൃത്തത്തിൽ നിന്നും മെമ്പർ സ്ഥാനം ഒഴിവാക്കിയിട്ടില്ലെങ്കിലും നേരത്തെ എത്തിയ സ്ഥാനത്ത് നിന്ന് എത്രയോ പിന്നോട്ടടിച്ചുപോയി. ഈ ഒരൊറ്റ വിചാരം അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് മരുമൻ ചോദിച്ചു, അദ്ദേഹത്തിന് ഒന്നും കൂടി തോന്നുക ചെയ്തിട്ട് ആദ്യത്തെ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. നിങ്ങളാ വിവരം പറഞ്ഞു ഞാൻ മുഖത്ത് പറയണ്ടെന്ന് വെച്ച് പറഞ്ഞില്ല. ഞാൻ പോയി പറയട്ടെ ഉസ്താദ് സംഭവം തരുമോ? ഓ സംഭവം തരാം, നീ പോയി പറഞ്ഞു. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കറാമത്ത് കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മരുമകനെ എത്തി കുറച്ച് കഴിയുമ്പോൾ മൂപ്പരെ കണ്ടപ്പോ സുഖാര്യം കുറിച്ചിട്ട് വിവരം പറഞ്ഞു. നിങ്ങൾ ഒരാഴ്ചയായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ കുറഞ്ഞുപോയി. അതിന്റെ കാരണം മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തിനിവിടെ മഴ പെയ്യണം, മഴ ആവശ്യമുള്ള എത്ര സ്ഥലങ്ങളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? ആ ചിന്തിച്ച കാരണം നിങ്ങളുടെ സ്ഥാനം വളരെ പിന്നോട്ടടിച്ചു പോയി. അഹ്മദുൽ കബീർ റിഫായി ആ വിവരം പറയാൻ എന്നെ പറഞ്ഞതാ. ഇതെന്ന് പറഞ്ഞു തീരുമ്പോ തന്നെ ഈ മഹാനായ വലിയന്റെ കണ്ണിൽ നിന്ന് വെള്ളമടിക്കാൻ തുടങ്ങി. ആ മഹാൻ പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. അതെന്താണ്? ഞാൻ നിങ്ങൾക്ക് ഒരു തുണി തരും, ഒരു നീണ്ട തുണി. ആ തുണിയുടെ തല എന്റെ കഴുത്തിൽ പിടിച്ച് കെട്ടണം. ഞാൻ നിങ്ങൾക്ക് നിലത്ത് കിടന്നു തരും. എന്നിട്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ ചുറ്റിയ തുണിയും പിടിച്ചിട്ട് നിലത്ത് കൂടി ഒന്ന് വലിക്കണം. ഓട്ടും വലിട്ട് എന്നെ ഒന്ന് വലിക്കണം. ആ വലിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം, ഹാദാ ജസാഉ മൻ ഇഹ്തറബ അലല്ലാഹ്. അല്ലാഹു ജല്ല ജലാലുഹു ലോകസൃഷ്ടാവായ റബ്ബ് അവനവന്റെ തീരുമാനപ്രകാരം ചെയ്യുന്ന വിഷയങ്ങൾക്കെതിരെ എതിരഭിപ്രായം തോന്നിയ അടിമക്കുള്ള ശിക്ഷയാണിത് എന്ന് പറഞ്ഞ് നിലത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വലിക്കണം. അത് ചെയ്യാതെ നിങ്ങൾ പോകരുത്, സത്യം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. അതാ തുണി കൊണ്ടുവന്ന് കഴുത്തിലിട്ടു നിലത്തിട്ടിട്ട് വലിക്കാൻ പോവുകയാണ്. ഹാദാ ജസാഉ മൻ ഇഹ്തറബ അലല്ലാഹ് എന്ന് പറഞ്ഞ് വലിക്കാൻ പോവുകയാണ്. ആ വലിക്കാൻ തുടങ്ങുന്ന സമയത്ത് വല്ലാത്ത തൗബ ചെയ്തു പോയി മഹാ. ആ സമയത്തതാ വിളികൾ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മനസ്സിലത്രയും ഖേദം വന്നുവല്ലോ. യജമാനനായ റബ്ബിന്റെ അടിമയാണെന്ന ബോധം ഹൃദയത്തിൽ നന്നായി അംഗീകരിക്കുകയും അദ്ദേഹം റബ്ബിന്റെ തീരുമാനത്തിനെതിരെ മനസ്സിൽ വന്ന ചിന്തയിൽ ഖേദിച്ചു. അങ്ങേയറ്റത്തെ താഴ്മയായി അടിമയായ എന്നെ നിലത്തിട്ട് വരിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തല്ലോ. അദ്ദേഹത്തിന്റെ ദോഷം പുറത്തുപോയി. നിങ്ങൾ വലിക്കേണ്ടതില്ല. ഈ ശബ്ദം കേട്ടപ്പോൾ വലിയ അവിടെ നിർത്തുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സമീപത്തേക്ക് വീണ്ടും വലിയ അത്ഭുതത്തോടെ തിരിച്ചെത്തുന്നു. ഞാൻ ഈ സംഭവം പറഞ്ഞത് കഠിനാധ്വാനത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി നടക്കുന്ന സമയത്ത് റബ്ബിന്റെ റഹ്മത്തായ മഴ പെയ്യുന്നു. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മനസ്സിൽ തോന്നരുത് ഇതിപ്പോ തന്നെ പെയ്യേണ്ടതുണ്ടായിരുന്നു, ഇന്ന് തന്നെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇത് പെയ്യാതിരുന്നുകൂടായിരുന്നു. ഇങ്ങനത്തെ യാതൊരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരരുതെന്ന് എല്ലാ പ്രവർത്തകന്മാരും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ലോകം ഭരിക്കുന്നവൻ, അവനാണ് എന്നെയും നിങ്ങളെയും ഭരിക്കുന്നവൻ, അവനാണ് എല്ലാം
കൊടുക്കുന്നവൻ, അവനാണ് എല്ലാം തടയുന്നവൻ, അവനല്ലാതെ ഭരണമില്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തു'തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. തങ്ങൾ പറയൂ, മാലിക്കുൽ മുൽക്ക്, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, എല്ലാ അധികാരവും അല്ലാഹുവിനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിച്ച അധികാരം നൽകുന്നു. അവൻ ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച സമയത്ത് അവൻ അധികാരം എടുത്തു കളയുന്നു. അവൻ അഭിസ്മൃതി നൽകുന്നു, അവൻ വിലക്ക് നൽകുന്നു. എല്ലാം കൊടുക്കുന്നവനും പറയുന്നവനും അല്ലാഹുവാണ്. ആ അല്ലാഹു നിശ്ചയിച്ചതൊക്കെ നടക്കും, നിശ്ചയിക്കാത്തത് നടക്കുകയില്ല. ഇത് ഉറപ്പിച്ച വിശ്വസ്തവനാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയമില്ല, മുസ്ലിംകൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മളെ പയ്യോളിയുടെ ആ വക്കീൽ ഒരു ദിവസം പറഞ്ഞു, മുസ്ലിംകളുടെ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് നല്ല സന്തോഷമാണ്. എന്താണ് അത്? തോറ്റാലും പറയും വിധിയാണ്, ജയിച്ചാലും പറയും വിധിയാണ്. കേസ് തോറ്റുപോയാലും പറയും അത് അല്ലാഹുവിന്റെ വിധിയാണ്, ജയിച്ചാലും വിധിയാണ്. അപ്പൊ പിന്നെ കേസ് ഏറ്റെടുക്കാൻ നല്ല സുഖമാണ്, മുസ്ലിമികളെ കേസ് ഏറ്റെടുക്കാൻ എന്ന് പയ്യോട് വക്കീൽ പറഞ്ഞു. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംരക്ഷിക്കുന്നു, അവന് എല്ലാ വിഷയങ്ങളും എല്ലാം എങ്ങനെ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു. ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടായാൽ അവൻ നന്ദി ചെയ്യും, ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് ഖൈറാവും, കച്ചവടത്തിൽ ലാഭം കിട്ടും. അല്ലാഹുവിന് നന്ദി. കുറെ സാധിക്കങ്ങൾ കൊടുത്തു, കുറെ സാധിക്കൊക്കെ ആരോഗ്യമുണ്ടാവും. അവൻ ആ ആരോഗ്യം ജീവിത പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചു. കണ്ണിന് കാഴ്ചയുണ്ടായി, ആ കണ്ണുകൊണ്ട് മുസ്ഹാഫ് തുറന്നു നോക്കി, ശുക്രാൻ, ഖൈറായി പോയി. അങ്ങനെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തു, അപ്പോ അത് ഖൈറായി. അതിന് അല്ലാഹുവിനെ വെച്ച് പ്രതിഫലം കിട്ടി. ഒരു നല്ല പുതിയ വീടുണ്ടാക്കി. അപ്പൊ വീടുണ്ടാക്കിയപ്പോൾ താമസിക്കും, നല്ല സന്തോഷമുള്ള സ്ഥാനം, വീടുണ്ടാക്കി താമസിക്കും. അപ്പൊ എല്ലാരും ബിരിയാണി കൊടുത്തു, ശുക്രാൻ, നന്ദി. എല്ലാവർക്കും ബിരിയാണി കൊടുത്തു. അല്ലാഹുവിന് നന്ദിയാണ്. അള്ളാഹുവിന്റെ ബിരിയാണി കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നന്ദി അള്ളാന്റെ അടിമകൾ കൊടുക്കുക, അള്ളാന്റെ സുഖികൾക്ക് കൊടുത്താൽ അള്ളാഹ് വലിയ ഇഷ്ടം. അപ്പൊ അള്ളാന്റെ സുഖികൾക്കൊക്കെ ബിരിയാണി സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ശുക്ർ ഹൈറായി അള്ളാന്റെ വലിയ പ്രതിഫലം. വിവാഹം കഴിക്കുകയാണ്, വിവാഹം കഴിച്ച വകയിൽ എല്ലാരെയും ബിരിയാണി. ആ ശുക്രാണ്, നന്ദിയാണ്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. മനസ്സിൽ വലിയ സന്തോഷമുള്ള ദിവസം. എല്ലാരെയും ബിരിയാണി കൊടുത്തു. സന്തോഷം കൈവന്നാൽ അവൻ അല്ലാഹുവിനെ നന്ദി ചെയ്യും, അപ്പോൾ അത് അവന് ഖൈറായിരിക്കും. റബീഉൽ അവ്വൽ 12 സന്തോഷിക്കാത്ത മുസ്ലിം ഉണ്ടാവും. മുസ്ലിങ്ങൾ മാത്രമല്ല, നന്മ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും സന്തോഷം. കാരണം നന്മ പഠിപ്പിച്ച നേതാവ് ജനിച്ച ദിവസമാണ്. അപ്പൊ നന്മ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ്. കുറച്ച് ആളുകളുണ്ട് അത് കാരണം പിന്നെ പറയേണ്ടതില്ല. അവർ നന്മ ഉദ്ദേശിക്കുന്നവരല്ല, തിന്മ ഉദ്ദേശിക്കുന്ന ആളുകൾ കണ്ടു. അങ്ങനെയാണ് ആ ചങ്ങാതി അവന് 3 പ്രാവശ്യം കരഞ്ഞു എന്ന് പറഞ്ഞു. ഒന്നാം ഹരബി അതിലൊന്ന് ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോ
ഫാത്തിഹ എന്നൊരു സാധാരണ സൂറത്തല്ല. ഫാത്തിഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രാരംഭം, തുടക്കം, നിസ്കാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പരിപാടി, നിർബന്ധമായ ഫസ്റ്റ് പരിപാടി അൽ ഫാത്തിഹ. ഫാത്തിഹ നിർബന്ധമായ, ഖുർആനിൽ ആദ്യമായി ഓതൽ നിർബന്ധമായ സംഗതി ഫാത്തിഹ. ഖുർആൻ ഖുർആനിലെ ആദ്യത്തെ പ്രാരംഭം സൂറത്തുൽ ഫാത്തിഹ. പ്രാരംഭം അതിന്റെ പേര് തന്നെ ഫാത്തിഹ. നമ്മളിപ്പോ ഇവിടെ വേറെ ഫസ്റ്റത്തെ പരിപാടി ഫാത്തിഹ. അതിന്റെ ആ സൂറത്തിന്റെ പേര് തന്നെ പ്രാരംഭം, തുടക്കത്തിൽ തന്നെ ഫാത്തിഹ. നമ്മളൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ച് തറക്കല്ലിടുകയാണ് അൽ ഫാത്തിഹ. തുടക്കം ഫാത്തിഹ. ഫാത്തിഹ എന്നുള്ള സൂറത്തിന്റെ പേര് തന്നെ തുടക്കമല്ലേ, എല്ലാത്തിന്റെ തുടക്കവും ഫാത്തിഹ. ഒരു പീടിക ഉദ്ഘാടനം ചെയ്ത് ആദ്യം തന്നെ കച്ചവടം തുടങ്ങുക ഫാത്തിഹ. യാത്ര തുടങ്ങാണ് ഫാത്തിഹ. എല്ലാത്തിനും ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറയുന്നത് അർത്ഥം തന്നെ പ്രാരംഭം, തുടക്കം. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ. അതിന് സമയത്ത് ഖുർആൻ പ്രത്യേകം പറഞ്ഞു, നബിയെ താങ്കൾക്ക് ഒരുപാട് എതിരാളികളുണ്ട്. ഞങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നു? ചിലര് പറയുന്നു പാട്ടുകാരനാണ്, ചിലര് പറയുന്നു ജിന്നു കൂടിയതാണ്, വേറെ ചിലർ പറയുന്നു അങ്ങനെയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? എന്ത് പറഞ്ഞാലെന്താ? എന്ത് പറഞ്ഞാലെന്താണ്? ഹേ നബിയുടെ പല്ല് പൊട്ടിപ്പോയി, തലക്ക് മുറിവേറ്റ് പോയി, കാലുമൊക്കെ മുറിവേറ്റ് പോയി, നാടും വീടും ഒട്ടും ഒഴിവാക്കി വേറെ നാട്ടിലേക്ക് പോകേണ്ടി വന്നല്ലേ? എന്ത് കിട്ടി? എന്ത് സംഭവിച്ചാലെന്താ നബിയെ? ഞങ്ങൾക്ക് ഫാത്തിഹ തന്നിട്ടില്ലേ? ഫാത്തിഹ കിട്ടിയ തങ്ങൾ എന്തെങ്കിലും വിഷമിക്കണം? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. നമുക്ക് അതിന്റെ ഗൗരവം തിരിയാത്ത മനസ്സിലാക്കുന്ന അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്ന ഖുർആൻ പ്രത്യേകം പറയുന്നു ഫാത്തിഹ തന്നില്ല നബിയേ. ഫാത്തിഹ വലിയൊരു വിഷയമാണ്. സൂറത്തുൽ ഫാത്തിഹ അത് ഇറങ്ങിയപ്പോ ഇബ്ലീസിന് ഭയങ്കര ദുഃഖം. ഫാത്തിഹ കിട്ടിയല്ലോ എന്ന് ദുഃഖം. ഇപ്പോഴും കാണുന്ന ചില അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഇറങ്ങി വിട്ടു കൂടിയാണ്. അങ്ങനെ ഇബ്ലീസ് കരഞ്ഞു ഒരു സന്ദർഭമാണ്. വേറെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു നബിയാക്കി പ്രവർത്തന രംഗത്ത് പറഞ്ഞേച്ചു. അപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. കാരണം ഇത്ര നല്ല സ്വഭാവമുള്ള ഒരാള് നേതാവായാലും നമുക്ക് അനുയായികളും കുറയും. അതുകൊണ്ട് ഇബ്ലീസ് കരഞ്ഞു. വേറെ ഇബ്ലീസ് കരഞ്ഞത് മുഹമ്മദ് നബി തങ്ങൾ ജനിച്ചപ്പോ ഇബ്ലീസ് കരഞ്ഞു. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ മുപ്പര് ദുഃഖാചരണം നടത്തി. ഇബ്ലീസ്. ഇപ്പോഴും കാണുന്നത് ഒന്നാം നമ്പർ ബിരിയാണി നിന്നിട്ട് മുസ്ലിമീങ്ങൾ സന്തോഷിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് ഭയങ്കര ദുഃഖമായിട്ട് നോട്ടീസ് കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്ത്, നബിതങ്ങളുടെ സഹാബത്ത്, ആ സഹാബത്താണല്ലോ ദീൻ പഠിപ്പിച്ച മഹാന്മാർ. അവരെയാണല്ലോ പിന്തുടർന്നാൽ അല്ലാഹു ഒറ്റപ്പെടുന്ന ഖുർആനിൽ പറഞ്ഞത്. അവര് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ അതാ സന്തോഷം. وذهب الشكر علينا ما دار لله داعي أيها المبعوث فينا كتاب الأمر المطاع قد تشرفت المدينة مرحبا يا خير داعي تشرفت المدينة مرحبا يا خير داعي مرحبا يا خير داعي. തിങ്കളാഴ്ച മദീനയിൽ ഗംഭീര മൗലിദ് നിബിതങ്ങളുടെ സഹാബികൾ ഇങ്ങനെ ചൊല്ലാണ് മർഹബാ മർഹബാ. നിബിതങ്ങൾക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് മൗലിദ് ഓതുകയാണ്. കാരണം അവർക്ക് സന്തോഷമാണ്. അവരെ പിന്തുടർന്നുകൊണ്ട് ഇന്ന് വരെ നിബിതങ്ങളുടെ വരവിൽ സന്തോഷമുള്ളവരൊക്കെ നിബിതങ്ങളുടെ മൗലിദ് എന്ന ദിനത്തിൽ മൗലിദ് ഓതുകയാണ്.
നബിതങ്ങൾ ജനിച്ച ദിവസം സന്തോഷം. ആ സന്തോഷത്തിൽ ശുക്ർ റസൂലുള്ളാഹിന്റെ മുന്നിൽ പറയുന്ന ശുക്റാണ്. ഭക്ഷണം വിതരണം ചെയ്യുന്ന ശുക്റാണ്. അങ്ങനെ ശുക്ർ ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നു. അങ്ങനെ ശുക്ർ ചെയ്താൽ ഫകാന ഖൈറൻ ലഹ്. സന്തോഷം കൈവരുന്ന സമയത്ത് ശുക്ർ ചെയ്താൽ ഫകാന ഖൈറൻ ലഹ്. മുഅ്മിനായ മനുഷ്യന് അത് ഖൈറായി റസൂലുള്ളാഹി പറയാൻ. വഇൻ അസാബത്തുഹു വറാഉ സബറ. മനസ്സിന് പ്രയാസമുള്ള വിഷയം അവനെ സ്പർശിച്ചാൽ, മനസ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നടന്നാൽ സബറ, അവൻ ക്ഷമിച്ചു. അവൻ നെഞ്ഞത്തടിക്കുകയില്ല, കൂക്ക് വിളിക്കില്ല, നിലവിളിക്കില്ല, അവൻ മുടി പറിച്ചിടുകയില്ല, അവൻ കുപ്പായം കീറിക്കളയുകയില്ല, അവൻ തുടികേറ്റി ഓടുകയില്ല, അവൻ വേണ്ടാത്തതൊന്നും ചെയ്യില്ല. അവൻ അല്ലാഹു അതിന് പ്രതിഫലം തരും എന്ന നിലക്ക് ക്ഷമിക്കും. ക്ഷമിച്ചാൽ ഫകാന ഖൈറൻ ലഹു, അവനത് ഖൈറായി തീർന്നു. ഇന്നമാ يوفى الصابرون أجرهم بغير حساب. അല്ലാഹു പറയുന്നു, മുസീബത്തുകളിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകളും അതുപോലെ അല്ലാഹുവിന്റെ പാഹത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകളും തെറ്റുകളിലേക്ക് കടന്നു പോകാതെ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകളും ആ ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കും നബിയേ. ഇന്നമാ യുവഫ്ഫ الصابرون أجرهم بغير حساب. ഒരാൾ ചീത്ത പറയുന്ന സമയത്ത് ക്ഷമിക്കുക, ഒരാൾ ഭ്രാന്തനാണെന്ന് പറയുമ്പോൾ ക്ഷമിക്കുക, ഒരാൾ മോശക്കാരനാണെന്ന് പറയുമ്പോൾ ക്ഷമിക്കുക, ഒരാൾ കട്ടു എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക, വ്യഭിചരിച്ചു എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക, 100 ആരോപണങ്ങൾ പറയുന്ന സമയങ്ങളിലൊക്കെ ക്ഷമിക്കുക. എങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കല്ലാത്ത പ്രതിഫലം നമ്മൾ കൊടുക്കും നബിയേ. കേട്ടിട്ടില്ലേ നിങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഒരു ഉമ്മ ഒരു ചെറിയ കുഞ്ഞിനും മുലയും കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഈ മുല കൊടുക്കുന്ന കുട്ടിനിങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരാൾ നല്ല അന്തസ്സിൽ ഒരു കുതിരപ്പുറത്ത് കയറി വന്നിട്ട് അവിടെ അങ്ങ് ഇറങ്ങി ആളുകളൊക്കെ എഴുന്നേറ്റ് ബഹുമാനിക്കുന്നു, എല്ലാവരും അടുത്തു വരുന്നു, എല്ലാവരും ആദരിക്കുന്നു. ഇത് കണ്ടപ്പോ ഈ ഉമ്മാന്റെ മനസ്സിൽ തോന്നല് എന്റെ മകനും ഇതുപോലൊന്ന് ഉഷാറാണോ. ഒരാൾ ജയിച്ച് മന്ത്രിയായി, MLA ആയി, പഞ്ചായത്ത് പ്രസിഡന്റായി, അങ്ങനെ എന്തെങ്കിലും ആയി വരുന്ന സമയത്ത് എന്താണ് സിന്ദാബാദ്, എന്താണ് അഭിവാദ്യം, എന്താണ് ഉഷാറ് കാണുമ്പോ മറ്റുള്ളവർക്ക് തുമ്മാർക്കൊക്കെ തോന്നും എന്റെ മകനൊരു മന്ത്രിയായ തക്കമില്ല എന്ന് തോന്നൂലേ. അങ്ങനെ തോന്നി ഈ ഉമ്മരൊറ്റ എന്റെ മകനെ ഇയാളെ പോലെ നീയാക്കി തരണം അല്ലാഹുവേ. ഇതങ്ങ് ദുആ ചെയ്യുമ്പോ മുല കുടിക്കുന്ന കുട്ടി മുലയങ്ങ് വിട്ടു. ആ കുട്ടി സംസാരിക്കാൻ പ്രായത്തിയിട്ടില്ല, ചെറിയ പിഞ്ചോപന മകനാണ്. ആ കുട്ടിയതാ സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നു. അല്ലാഹുവേ അയാളെപ്പോലെ എന്നെ നീ ആക്കണ്ട. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഈ ഉമ്മ ഇങ്ങനെ അത്ഭുതപ്പെട്ടുപോയി. കുട്ടി സംസാരിക്കുന്നത് അത്ഭുതമാണ്. കാരണം സാധാരണ സംസാരിക്കുന്ന കുട്ടിയല്ല, സംസാരിക്കാനുള്ള പ്രായത്തിയിട്ടില്ല. ഈ കുട്ടിയാണ് ദ്വാരക്കുന്നത്. അതും ഞാൻ ദ്വാരുന്നതിനെതിരെ വലിയ സ്ഥാനമാനമുള്ള ഒരാളെ കണ്ടിട്ട് അതുപോലെ എന്റെ മകനാകണമെന്ന് ആഗ്രഹത്തിന് ദ്വാരിപ്പോ അതിനെതിരാണ് ഈ കുട്ടി ദ്വാരിക്കുന്നത്. അപ്പോഴുണ്ട് ഒരു സ്ത്രീ, അവളെല്ലാരും കൂടി തല്ലുന്നു, എല്ലാരും കൂടി കല്ലെറിയുന്നു, എല്ലാരും ചീത്ത പറയുന്നു, എല്ലാരും ഇയാളെ സംബന്ധിച്ചു സറക്കുത്തി നീ അമുഖ്യ, ഒരാൾ നീ കത്തു, വേറെ ഒരാൾ നീ വ്യഭിചരിച്ചു. ഇങ്ങനെ ഈ പെണ്ണിനെ സംബന്ധിച്ചു ആരോപണങ്ങൾ പറയും. ഈ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെല്ലാവരും കല്ലെറിയാണ്, എല്ലാവരും ചീത്ത പറയാണ്. ഈ പെണ്ണ് ഒന്നിനും പ്രതികരിക്കാതെ നീങ്ങുന്നു. ഇത്
കണ്ടപ്പോൾ ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅലി ബിനി മിസ്ലഹാ, എന്റെ മകനെ ഈ പെണ്ണിനെ പോലെ ആളുകൾ ആരോപണം പറയുന്ന, കുറ്റം പറയുന്ന, ആളുകൾ കല്ലെടുത്തെറിയുന്ന ഒരു കക്ഷിയാക്കല്ല റബ്ബേ. ഈ ഉമ്മ ദുആ ചെയ്യുമ്പോ മകൻ ഉമ്മയുടെ മുലയങ്ങ് വിട്ടു. ഉമ്മയുടെ മുല വിട്ടിട്ട് ഈ കുട്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽനീ മിസ്ലഹാ, എന്നെ ആളുകളൊക്കെ കുറ്റം പറയുന്ന ഈ പെണ്ണിനെ പോലെ ആക്കിത്തരണം റബ്ബേ. ഉമ്മാക്ക് ഭയങ്കര അത്ഭുതം. ഈ കുട്ടി സംസാരിക്കുന്നതിന് അത്ഭുതമാണ്. രണ്ടാമത്തെ ഈ കുട്ടി എപ്പോൾ കുട്ടിക്കെതിരായിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. നേരെ നല്ല ആളുകളുടെ ഒരു സ്ഥാനമാനുള്ള ഒരാൾ കണ്ടപ്പോ അങ്ങനെയാക്കണോ, വേണ്ട, അയാളെ പോലെ വേണ്ട. എല്ലാവരും കുറ്റം പറയുന്ന, ആരോപണം പറയുന്ന ആളുകൾ, അതും വേണ്ട, അയാളെ പോലെ ആകണ്ടെന്ന് പറയും. ഉമ്മ അങ്ങനെ ആക്കി തരണമെന്നാ പറയുന്നത്. ഈ ഉമ്മ കുട്ടിയോട് തന്നെ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു, ഈ ഉമ്മ കുട്ടിയോട് തന്നെ ചോദിക്കുന്നു, മോനെ, 2 പ്രാവശ്യവും നീ നിനക്കെതിരായി ഞാൻ പ്രാർത്ഥിച്ചതിന് വിരുദ്ധമായി നീ പ്രാർത്ഥിച്ചതിന്റെ കാരണമെന്ത്? കുട്ടി 3ാമതും സംസാരിക്കുന്നു. കുട്ടി പറയുന്നു, ഉമ്മ, നിങ്ങൾ ആദ്യം കണ്ട മുതലാളിയില്ലേ, ജനങ്ങൾക്കിടയിൽ വലിയ പവറുള്ള ആളാണ്, ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളവനാണ്, നാട്ടിലെ നേതാവാണ്, ജനങ്ങളൊക്കെ അവനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മനസ്സ് നിറയെ കിബറാണ്. ഉമ്മ, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ നേതാവാണ്, ഞാൻ ജയിച്ചില്ലേ, ജയിച്ചിറക്കിയില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയിലാണവൻ. അവൻ വലിയ കിബറനാണ്. ഉമ്മ, ദുനിയാവിന് സ്ഥാനമാനമുണ്ടെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ അവന് യാതൊരു നിലയും നിലയില്ല. കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബേലെന്നോ വരും. ഈ ചെറിയ കുട്ടിക്ക് മുതലാളിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരമടക്കം ഈ കുട്ടി കറാമത്ത് കൊണ്ട് അറിഞ്ഞുപോയി. ബാവാമുതുകിന്ന് കുതുബായി വന്നോവരും പാപ്പന്റെ മുതുകെന്ന് വരുമ്പോ തന്നെ വലിയായിട്ട് വരുന്ന ചില മക്കളുണ്ട്. അതിൽ പല മഹാനാടി കുട്ടി മുല പിടിക്കുന്ന സമയത്ത് തന്നെ കറാമത്ത് പറയാൻ തുടങ്ങി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, 2ാമത് കുട്ടി വിവരിക്കുന്ന ഉമ്മ. 2ാമത്തെ ആരോപണം പറയപ്പെടുന്ന ഉമ്മയില്ലേ, ആ സ്ത്രീയില്ലേ, അവള് യഥാർത്ഥത്തിൽ ഒരു നയാകാശ് കത്തിട്ടില്ല, അവള് വ്യഭിചരിച്ചിട്ടില്ല, ഒരാളെയും കൊലപ്പെടുത്തിയിട്ടില്ല, വേണ്ടാത്ത ഒന്നിനും കൂട്ടുനിന്നിട്ടില്ല. അതേസമയം ജനങ്ങളെ ആ പെണ്ണിന്റെ പേരിൽ ആരോപണം പറഞ്ഞു, കല്ലെടുത്തെറിയുന്നു, ആരോപണം പറയുന്നു, ചീത്ത പറയുന്നു. ആ പെണ്ണ സമയത്ത് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഹസ്ബിയല്ലാഹ് 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 ഹസ്ബിയല്ലാഹ്. ആളുകൾ എന്ത് പറഞ്ഞെങ്കിലും എനിക്കല്ലാഹു മതി, എനിക്കല്ലാഹു മതി. എന്റെ രഹസ്യം അല്ലാഹുവിനറിയാമല്ലോ, അല്ലാഹുവിനറിയാമല്ലോ, അല്ലാഹുവിനറിയാമല്ലോ. ഞാൻ നിരപരാധിയാണല്ലോ, എന്റെ പേരിൽ വെച്ച് കിട്ടിയതാണല്ലോ. ഈ ഉമ്മയിങ്ങനെ ഹസ്ബിയല്ലാഹ് 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 എന്നീ ഉമ്മ ഇങ്ങനെ ചെറിയ ശബ്ദത്തിലും മന്ത്രിക്കുന്നുണ്ട്. ഉമ്മക്ക് അല്ലാഹു തആല ആഖിറത്തിൽ കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്. എല്ലാ ആരോപണത്തിന്റെ മുന്നിലും ക്ഷമിച്ചു നിന്നു, കുറ്റം പറയുന്നവരുടെ മുന്നിൽ ക്ഷമിച്ചു നിന്നു. ആ ഉമ്മക്ക് പടച്ചവൻ കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല. ഇന്നമായി ക്ഷമിച്ചു നിൽക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഈ ഉമ്മക്ക് റബ്ബ് എത്രയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനുമ്മ
ഞാൻ പ്രാർത്ഥിച്ചു, ഈ താഴ്ന്ന ദുനിയാവിലുള്ള ദിവസങ്ങൾ തുച്ഛമല്ലേ, ഇവിടെയുള്ള മാസങ്ങൾ തുച്ഛമല്ലേ, ഇവിടെയുള്ള വർഷങ്ങൾ തുച്ഛമല്ലേ, തീരാത്ത ജീവിതമല്ലേ ആഖിറത്തിലെ ജീവിതം. ആ ജീവിതത്തിൽ ഫലം കിട്ടുമെങ്കില് ഇവിടെ കുറെ കുറ്റം കേട്ടാലെന്താണ്, ഇവിടെ കുറെ ആരോപണ വിധേയനായാലെന്താണ്, ഇവിടെ കുറെ പ്രയാസങ്ങൾ അനുഭവിച്ചാലെന്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ റബ്ബിനോട് ചെയ്തു, ആ ഉമ്മയെ പോലെ എന്നെ ഒന്നാക്കി തരണം റബ്ബേ. ഈ ചെറിയ കുട്ടി മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരന്മാരെ, ക്ഷമിക്കുന്ന ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം ചെറുതല്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഓർക്കണം, നാട്ടിലും അതേ പരിസരങ്ങളിലുമൊന്നും ചിലപ്പോൾ പരിഹസിക്കുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ, അതേ തരം താഴ്ത്തുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ. അതേ നമ്മുടെ കൂടെയുള്ളവരൊക്കെ സാധുക്കളാണ്, പാവപ്പെട്ടവരാണ്, മറുഭാഗത്ത് വലിയ വലിയ മുതലാളിമാരാണ്. ഓ മനുഷ്യ, ക്ഷമിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം അത് ചെറുതല്ല. ഖിയാമത്ത് നാളാകുന്ന സമയത്ത് ചെറിയ ക്ഷമ പോരാ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അതേ ഒരു കാലം വരും, അസ്സാബിറു അലാ ദീനിഹി കൽഖാബിരി അലൽ ജംറാ. ഈ കട്ട മുറുകെ പിടിക്കുന്നവന്റെ പ്രയാസം എത്രയാണോ അതുപോലെ പ്രയാസപ്പെടുന്നവനല്ലാതെ അവന്റെ ദീനിന്റെ മേൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല, അവനല്ലാതെ ക്ഷമിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഈ കട്ട മുറുകെ പിടിക്കുന്നത് പോലുള്ള പ്രയാസം ദീന് മുറുകെ പിടിക്കുന്നവന് സംഭവിക്കുന്ന ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു, എന്ത് പ്രയാസം വന്നാലും ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ അവനത് ഹൈറ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് അർഹമായി. എപ്പോഴും അല്ലാഹു കൊടുക്കുന്നതിൽ സന്തോഷം. രോഗം വന്നാൽ അല്ലാഹു അതല്ലേ, ഒരുപാട് ദോഷം പുറത്തു പോവില്ലേ? അൽഹംദുലില്ലാഹ്. ആ രോഗം കൊണ്ടൊരു സന്തോഷം. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയം നമ്മൾ ഇല്ലാഹി അല്ലാഹുള്ളതാണ്, വഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയി. നമ്മൾ അല്ലാഹുള്ളതാണ്. അല്ലാഹുള്ളതാണെങ്കിൽ പിന്നെ അവനവന്റെ ഇഷ്ടം പോലെ ചെയ്തുകൂടെ? നമ്മളെ കാര്യത്തിൽ ഇന്നാലില്ല, നമ്മൾ അല്ലാഹുവിനുള്ളതാണ്. അവൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രതിഷേധമല്ല. വഇന്നാ ഇലൈഹി റാജിഊൻ നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ അല്ലാഹ് എന്ത് ചെയ്തോ അതൊന്നും വെറുതെ ആവില്ല. അവരെന്തെങ്കിലും തരുവാണെങ്കിലോ? അവൻ അങ്ങനത്തെ രാജാവാ, അവൻ റഹ്മാന റഹീമ. അവർ ഇവിടെ എന്ത് പ്രയാസം വന്നോ അതിനൊക്കെ ആഖിറത്തിൽ പ്രതിഫലം തരും. വഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ അവനിലേക്ക് മടങ്ങിപ്പോകുന്നവനാ, അവൻ വെറുതെ ആക്കുകയില്ല. മുള്ളു തറച്ചോ ദോഷം പൊറുക്കും. കുതിരപ്പുറത്ത് വീണ് മരിച്ചോ ഷഹീദിന്റെ കൂലി കിട്ടും. ഗർഭിണി പ്രസവവേദന ഇട്ട് മരിച്ചോ ഷഹീദിന്റെ കൂലി കിട്ടും. ഒരാൾ ഈ പൊള്ളി ഇട്ട് മരിച്ചോ ഷഹീദിന്റെ കൂലി കിട്ടും. വെള്ളത്തിൽ വീണ് മരിച്ചോ ഷഹീദിന്റെ കൂലി കിട്ടും. എന്തിനാ കൂലി കിട്ടാത്തത്? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു നെഞ്ഞു കുത്തിപ്പൊട്ടിച്ച് കരളിൽ പൊടിച്ച് പുറത്തിട്ട് ചവച്ച് തുപ്പിക്കളഞ്ഞു ശത്രുക്കള്. എത്രയാ ഹംസ റളിയല്ലാഹു അൻഹുവിന് പ്രതിഫലം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ടു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ രണ്ട് കൈക്കും കാലിലും ചങ്ങലയിട്ടു. സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ്
കയ്യും കാലും ചങ്ങല കിട്ടുപോയി തഹജ്ജുദ് നിസ്കരിക്കാൻ ഒതുവെടുക്കണം, ഒതുവെടുക്കാൻ വെള്ളമില്ല. അതേ ജയിലിൽ നിന്ന് വെള്ളമില്ലാത്തത് കൊണ്ട് ചുമരിന്റെ മേലെയുള്ള മണ്ണ്, ആ മണ്ണടിച്ചെടുത്ത് തേമ്പം ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി കയ്യങ്ങ് നീട്ടുമ്പോൾ മുന്നിലതാ ഒരു തളികയിൽ പാതിരക്ക് വെള്ളം വന്നു നിൽക്കുന്നത് കാണുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ആര് ക്ഷമിച്ചിരുന്നോ അവർക്ക് റബ്ബിന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്, നിങ്ങളെപ്പോഴും ക്ഷമാശീലരാകണം, അല്ലാഹുവിന്റെ പ്രതിഫലം ലക്ഷ്യം വെക്കണം, ക്ഷമയോടുകൂടെ റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തണം. ആരെയും നമ്മൾ ചീത്ത പറയരുത്, ആരോടും വൈരാഗ്യം വെക്കരുത്, ആരോടും വിദ്വേഷം വെക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ ഗ്രൂപ്പ് വിളിച്ച് കുറ്റം പറയരുത്. മുസ്ലിങ്ങളെ നാം ആരെയും ചീത്ത പറയരുത്, ആരെയും കുറ്റം പറയരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്. വളരെ ശ്രദ്ധിച്ചു ജീവിക്കണം. ജീവിതത്തിന്റെ രംഗങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഈ നാവിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, കാതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, കൈയിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. തെറ്റിദ്ധാരണകൾ പരത്തുന്ന പലരും പലതും പറയും. വേണ്ടാത്തതിലൊന്നും ഇടപെടാൻ പോകാതെ കിട്ടുന്ന സമയം റബ്ബിന് ദിക്റ് ചൊല്ലിക്കോ, ഖുർആൻ പാരായണം ചെയ്തോ, സുന്നത്തുകൾ വർദ്ധിപ്പിച്ചോ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ കൊണ്ട് ജീവിച്ചോ, അവൻ വിരോധിച്ചതൊക്കെ കൈയൊഴിച്ചോ. ഇസ്ലാം മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ കൂടെ ചേർന്ന് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാതെ, ഇതര മതസ്ഥരുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അന്തരീക്ഷം തകർത്തു കളയാതെ, ഭീകരവാദികളാകാതെ, അതേ തീവ്രവാദികളാകാതെ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനം നടത്തുക. സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഖുർആൻ പറഞ്ഞു, നബിക്ക് സലാത്ത് ചൊല്ലണം, നബിക്ക് സലാം ചൊല്ലണം, സല്ലിമൂ തസ്ലീമാ, നബിക്ക് സലാം ചൊല്ലണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. എന്താ മുസ്ലിയാരെ അങ്ങനെ ചൊല്ലണമെന്നൊരു തെളിവ് പരിശുദ്ധ ഖുർആനാണ്. സല്ലിമൂ തസ്ലീമാ, നബിക്ക് സലാം ചൊല്ലണം. ഖുർആൻ പറയും, നബിക്ക് സലാം ചൊല്ലണം. എപ്പോ സലാം ചൊല്ലിയാലും നല്ലതാ. ഖുർആൻ പറഞ്ഞതാ നബിക്ക് സ്വലാത്ത് ചൊല്ലണം. എന്നാൽ സ്വലാത്ത് ചൊല്ലൽ ചിലപ്പോൾ നിർബന്ധമാണ്. നിസ്കാരത്തിൽ നിർബന്ധമാണ്, ഖുത്ബയിൽ നിർബന്ധമാണ്, മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ വേറെയെങ്കിലും നിർബന്ധമുണ്ട്. മയ്യിത്തിന് വേണ്ടി ദ്വാരക്കൽ നിർബന്ധമാണ്, മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ. കാരണം മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രാർത്ഥനയാണ്, മയ്യിത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ്. നിസ്കാരമല്ല. നിസ്കാരമാണെങ്കിൽ റുക്കൂഉം സുജൂദും അത്തഹിയാത്തൊക്കെ വേണ്ടേ. നിസ്കാരമല്ല, മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് നിർബന്ധമാണ്. മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലണം. പക്ഷെ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഖുർആൻ ഓതിയിട്ടല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അതെ, അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിലും ഓതണം മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി ഖുർആൻ. അതേത് ഓതണം? ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഫാത്തിഹ. ഫാത്തിഹ അവഗണിച്ചുകൂടാ. മയ്യിത്ത് നിസ്കാരത്തിൽ മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. മയ്യിത്ത് നിസ്കാരം ചില ആളുകളുണ്ട്. ഞാനിപ്പോ അടുത്ത് മംഗലാപുരത്ത് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു അന്ധവിശ്വാസം ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. മരിച്ചാല് മയ്യിത്ത് നജസാണ്, നജസിന്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതാൻ പാടില്ല, അതുകൊണ്ട് മയ്യിത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല, ആരോ പറഞ്ഞു പറ്റിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഖുർആൻ ഓതിക്കൂടല്ലോ? അതിന്റെ നാവുകൊണ്ടല്ലേ ഖുർആൻ ഓതുക? അതെ. അപ്പൊ ബാറ്റിന്റെ നജസ് ഉണ്ടാവൂലേ? ബാറ്റിൽ നജസില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. എല്ലാരെ ബാറ്റിലും ഇല്ലേ നജസ്? അപ്പോ നജസിന്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതിക്കൂടാന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ തന്നെ നജസില്ലേ, പിന്നെ നാവോട് എങ്ങനെ ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ. മയ്യിത്ത് നജസല്ലട്ടോ, അത് വേറൊന്നാണ്. മയ്യിത്ത് നജസാണ് പോലെ തന്നെ വളവാണ്, ശരിയല്ല.
ഇനി ഒന്നും കൂടി പറയാ, ഇപ്പറയുന്ന ആളുകളും മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ? മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മയ്യത്തും മുന്നിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? മയ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന. അതെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? മയ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതല്ലേ മയ്യത്ത് നിസ്കാരം? മയ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഫലമില്ല എന്ന് പറയുന്നവരും മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിയിട്ടല്ലേ ഇത് വരക്കുന്നത്? മയ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ഫാത്തിഹ ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുകയും ചെയ്യാം, എന്നിട്ട് മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുകയും ചെയ്യാം. ആ മയ്യത്ത് നിസ്കാരത്തിൽ മയ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ഫാത്തിഹ ഓതുകയും ചെയ്യാം. ഇതെന്തൊരു വിരോധാഭാസമാണ്. പക്ഷേ മയ്യത്ത് നിസ്കരിക്കുന്ന ഈ വിവരം കെട്ടവൻ അത് ചിന്തിച്ചിട്ടില്ല. ഇത് മയ്യത്തിന് വേണ്ടി ഞാൻ ഫാത്തിഹ വരക്കാന്ന് ചിന്തിച്ചില്ല. ചെയ്യുന്നത് എന്താന്ന് ഓർമ്മയില്ലല്ലോ, എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ, വെറുതെ വിമർശിച്ച് നടക്കുകയല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഫാത്തിഹ സൂറത്ത് ഓതി. ഫാത്തിഹ സൂറത്ത് ഓതി ഉടനെ അങ്ങ് പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സപ്പോർട്ട് വേണ്ടേ? അതുകൊണ്ട് സലാത്ത് ചൊല്ലണം, എന്നിട്ടാണ് പ്രാർത്ഥന. ഇരിക്കട്ടെ, ആ സലാത്ത് നിർബന്ധമായ സമയമുണ്ട്. സലാം ചൊല്ലിൽ എപ്പോഴും സുന്നത്താണ്. റസൂലുള്ളാഹി സലാം ചൊല്ലിൽ യാ നബി സലാം അലൈക്കും എപ്പോഴും സുന്നത്താണ്. എന്നാൽ നിർബന്ധമാണ് എപ്പോ? നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയെ വിളിച്ച് സലാം ചൊല്ലൽ നിർബന്ധമാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ് സല്ലിമൂ തസ്ലീമാ, നബിക്ക് സലാം ചൊല്ലണം, നിർബന്ധമാണ്. ആ സലാം ചൊല്ലുമ്പോ ഏത് പ്രദേശത്തുള്ളവരും മദീനയിലുള്ള നബിയെ നേരിൽ വിളിച്ച് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം. ആരെനിക്ക് ഇവിടെ വെച്ച് സലാം ചൊല്ലിയാലും ഞാനത് മടക്കും. അതിനാവശ്യമായ സംവിധാനം എന്റെ റൂഹ്, എന്റെ ആത്മാവ് എന്റെ വഫാത്തിന് ശേഷം എനിക്കല്ല തിരിച്ചു തന്നിട്ടുണ്ടാകും. ഞാൻ ആരെവിടെ വെച്ച് സലാം ചൊല്ലിയാലും മടക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയും സലാം ചൊല്ല. നിസ്കാരത്തിന് നബിക്ക് സലാം ചൊല്ലുന്നത് കേവലം നബിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നാ ചില ആളുകൾ പറയും. നബിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. നബിയോട് സലാം ചൊല്ലലല്ല, അതൊരു പ്രാർത്ഥനയാണ്. സലാം ചൊല്ലല് സലാം ചൊല്ലല് പ്രാർത്ഥനയാണോ? അല്ലാഹു തആല അവരെയും നമ്മളെയും നന്നാക്കി തരട്ടെ. ഞാനിപ്പോ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? അല്ലാഹു അവരെയും നമ്മളെയും നന്നാക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആമീൻ പറഞ്ഞു. പ്രാർത്ഥന കേൾക്കുമ്പോ മുസ്ലിമീങ്ങൾ ആമീൻ എന്ന് പറയും. ഫത്ഹുൽ മുഈൻ നിങ്ങൾ ഓതിയില്ലേ? ഇമാമിന്റെ ദുആ കേൾക്കുന്ന മൗമൂമിങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ്. ഫത്ഹുൽ മുഈൻ കണ്ടില്ലേ? അപ്പോ ആമീൻ എന്ന് പറയുന്നു. പ്രാർത്ഥന കേൾക്കുമ്പോ മൗമൂമിങ്ങൾ ആമീൻ പറയും, അല്ലാത്തവർ സദസ്സിലുള്ളവർ ആമീൻ പറയും. സ്വാഭാവികം. പ്രാർത്ഥനക്ക് ആമീൻ പറയല. നിങ്ങളൊക്കെ എന്താ ഇവിടെ കോഴിക്കോട്ട് പറയല്? അസ്സലാമു അലൈക്കും ആമീൻ എന്നാണോ കോഴിക്കോട്ടൊക്കെ പറയുന്നത്? അതൊരു പ്രാർത്ഥനയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ കേൾക്കുന്നവർ പറയേണ്ടത് ആമീൻ എന്നാണ്. നിങ്ങളോടൊക്കെ ഇങ്ങനെ അസ്സലാമു അലൈക്കും ആമീൻ ഇങ്ങനെ പറയാറുണ്ടോ? അസ്സലാമു അലൈക്കും എന്നത് കേവലം ഒരു പ്രാർത്ഥനയല്ല, അതൊരു കാഴ്ചവെക്കലാണ്, അഭിവാദ്യമാണ്, കാഴ്ചവെക്കൽ. അതിന് ഖുർആൻ പറഞ്ഞത് തന്നെ വതഹിയ്യതുഹും ഫീഹാ സലാം, സ്വർഗവാസികളുടെ കാഴ്ചവെക്കൽ സലാമാണ്. നമ്മളെ തഹിയ്യത്ത്, നമ്മളെ സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താണ്? ഇദാ ഹയ്യിതും ബിതഹിയ്യതിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങൾക്കാർക്കെങ്കിലും ആരെങ്കിലും സലാം പറഞ്ഞാൽ എന്നതിന് ഖുർആൻ പറഞ്ഞ ഭാഷ, നിങ്ങൾക്കാരെങ്കിലും കാഴ്ചവെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് അങ്ങോട്ട് കാഴ്ചവെക്കണം. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി കൂട്ടി വെക്കണം അങ്ങോട്ട്. ഔദുഅലൈ വലൈക്കും സലാം എന്നെങ്കിലും മടക്കി കൊടുത്തേക്കണം. കാഴ്ചവെച്ചാൽ ഇങ്ങോട്ട് കാഴ്ചവെച്ചാൽ അങ്ങോട്ടും വെക്കണം. കാഴ്ചവെക്കലാണ് ഖുർആനിൽ സലാമിനെ പറ്റി പറഞ്ഞത്. ഈ കാഴ്ചവെക്കൽ മദീനയിലുള്ള നബിക്ക് കേരളത്തിൽ കാഴ്ചവെക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നേതാവിനെ അനുയായികൾ കാഴ്ചവെക്കുകയാണ്. ആ കാഴ്ചവെക്കുമ്പോ നേതാവ് ഇങ്ങോട്ട് എന്താ പറഞ്ഞത്? അമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം.
എവിടെ വെച്ച് എനിക്ക് ഇങ്ങോട്ട് സലാം കാഴ്ചവെച്ചാലും ഞാൻ അങ്ങോട്ട് സലാമിനെ തിരിച്ച് കാഴ്ചവെക്കും. അപ്പൊ നബിയിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി കിട്ടും വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് നബിയിൽ നിന്ന് നബിതങ്ങൾ ഇങ്ങോട്ട് കാഴ്ചവെച്ച് തന്നാൽ വിജയിച്ചു പോയി. അതുകൊണ്ട് തന്നെ നബിയിൽ നിന്ന് ഇങ്ങോട്ട് കാഴ്ച കിട്ടാനുള്ള ഒരു പരിപാടിയാണ് അങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയല്. അതുകൊണ്ട് തന്നെ സലാം ചൊല്ലുക എന്ന് പറയുന്നത് നിസ്കാരത്തിലെ സലാം റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് കാഴ്ചവെക്കുന്നത് ഇങ്ങോട്ട് ഗുണം കിട്ടാൻ തന്നെ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ജൗഹറുൽ മുനവ്വറിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ആ സലാം വെക്കുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ മനസ്സും മദീനയിലേക്ക് മടങ്ങിപ്പോയി. ഇന്നൽ ഈമാന ലാ യരിസു ഇലൽ മദീനത്തി കമാ തൗസുൽ ഹയ്യത്തു ഇലാ ആദിഹാ. പാമ്പുമാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാന് മദീനയിലേക്ക് മടങ്ങുമെന്ന് റസൂലുള്ളാഹി. നമ്മളെ മനസ്സിൽ ഈമാനുണ്ടോ? ആ ഈമാനുള്ള മനസ്സ് മദീനയിലേക്ക് മടങ്ങും. മദീനയുള്ള റസൂലുള്ളാഹിനെ വിളിച്ച് സലാം ചൊല്ലും. നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉണ്ടെങ്കിൽ പറയട്ടെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം ഖളാക്കല്ല മുസ്ലിമേ. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ദീനിന്റെ പ്രവർത്തന രംഗത്തിറങ്ങിയ ആളുകളുടെ അന്നം മുടക്കാമെന്ന് കരുതി, അവർക്ക് കിട്ടുന്നതെല്ലാം മുടക്കാമെന്ന് കരുതി ആരോപണങ്ങൾ പറഞ്ഞവരെവിടെ? ആരോപണ വിധേയമായ ആളുകൾ ദീനീ പ്രവർത്തനങ്ങളെ കൊണ്ട് നാടുകൾ നിറച്ചതെങ്ങിനെ? കൊടുക്കുന്നവൻ അല്ലാഹുവല്ലയോ? തടയുന്നവൻ അല്ലാഹുവല്ലയോ? ആ റബ്ബിന്റെ അധികാരം ആർക്കെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ? കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ, തടയുന്നവൻ അല്ലാഹു തന്നെ. ഇനി നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളത്തിലെ മഹാപണ്ഡിതനല്ലേ ഉമറുൽ ഖാദിൽ ബിലങ്ങൂത്തി റഹിമഹുല്ലാഹ്, പിടിച്ചുകൊണ്ട് പോകുന്ന കോടതിയിലേക്ക് സമൻസ് വന്നിരിക്കുന്നു. ഉമർ ഖാദിൽ തങ്ങൾക്ക് സമൻസ് വന്നിരിക്കുന്നു. എന്തേ? ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോ നാദാപുരത്തുനിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സമൻസ് വന്നിട്ടുണ്ട്. എന്താ സമൻസ്? ഞാൻ നാദാപുരത്ത് വെച്ച് പ്രസംഗിക്കുകയാണ്, എല്ലാവരും സക്കാത്ത് കൊടുക്കണം, ആരും പലിശ വാങ്ങരുത്, ഇതാ വിഷയം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാർ ഓടിങ്ങ് വന്നു. എന്റെ മൈക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു, സ്റ്റേജ് വലിക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ച ആളുകളെ പോലീസുകാര് അടിച്ചു. വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. എന്റെ ഒരു സ്നേഹിതനുണ്ട്, ടി അബൂബക്കർ ഫൈസി, അദ്ദേഹം എന്നോട് നിങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്നോ പറഞ്ഞു, പുറത്തു കൊടുക്കട്ടെ എന്നോ പറഞ്ഞു. പുറത്താണല്ലോ കിട്ടിയത്. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞ പുറത്തു കൊടുക്കട്ടെ എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അവിടെ സ്റ്റേജ് വലിക്കാൻ വന്നു. ഞാൻ എന്റെ പ്രസംഗം തീർത്തു. പോലീസുകാർ പറഞ്ഞ സമയത്ത് നിർത്തി. ചുരുക്കട്ടെ, സംഭവം കഴിഞ്ഞ് കൊല്ലം 2-3 അന്ന് സ്റ്റേജ് വലിക്കാൻ വന്ന പലരും വന്ന് പൊരുത്തപ്പെടിച്ചു. ഒരാൾ ദുബായിന്നാ കണ്ടത്. കണ്ടപ്പോ അടുത്ത് വന്ന് റൂമിൽ വന്ന് ഒരു നേരം എന്റെ കൂടെ വന്ന് ചായ കുടിക്കാതെ നിർത്തിയില്ല. ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത അയാളാ. അയാൾക്ക് ആ പുറത്ത് നല്ല കിട്ടിയതു. അയാൾ വന്ന് പൊരുത്തപ്പെടിച്ചു. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കി പറയുന്നു, ഞാൻ ആ വിഷയം വിട്ടു. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു നോക്കിയിട്ടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ആലോചിച്ചിട്ട് ഞാൻ ആ വിഷയത്തിൽ പുസ്തകം എഴുതി. ആ പുസ്തകം ഉലമായിൽ കൽപ്പിച്ചു. അവരൊക്കെ അംഗീകാരം വാങ്ങി പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഒരു കോഴിക്കോട്ടുന്നാ ചെയ്തത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഇപ്പൊ ഇന്ന് വിളിച്ചിട്ട് പറയും സമൻസ് വന്നിട്ടുണ്ട്. എന്താ ചോദിച്ചു? അന്ന് പ്രസിഡന്റ് ആക്കിയവരുടെ പേരിലെ കേസിൽ പോലീസുകാര് നിങ്ങളെയും സാക്ഷിയാക്കിയിട്ടുണ്ട്, കൊണ്ട് സമൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സമൻസ് വന്നാ പോകണ്ടേ? സമൻസ് വന്നാ പോകണ്ടേ? പോകണം, ഡേറ്റ് അനുസരിച്ച് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് സമൻസ് വന്നു. ഉമർ ഖാദി റഹിമഹുല്ലാഹ്
ചാവക്കാട് കോടതിയിലേക്ക് പോവുകയാണ്. മഞ്ചലിൽ കയറി പോവുകയാണെന്ന് മഞ്ചലാ വാഹനം. മഞ്ചലിൽ കയറി പോവുകയാണ്. ആയിരക്കണക്കിന് അനുയായികളുണ്ട് പിന്നാലെ. ഉമർ ഖാദി അനുയായികളോട് പറയുന്നത് കോടതിയാണ്, സമൻസ് വന്നതാണ്, വിചാരണയാണ്, നടക്കട്ടെ വിചാരണ. കോടതിയിൽ നിന്ന് ചോദ്യമാണ്, നികുതി കൊടുക്കില്ലെന്ന് പറഞ്ഞോ മുസ്ലിയാരെ നിങ്ങള്? ഉമർ ഖാദി പറഞ്ഞു, അതെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇത് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്തെ പൗരന്മാരോട് നികുതി വാങ്ങാൻ അങ്ങൊരു രാഷ്ട്രത്തിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് കടന്നു വന്ന നിങ്ങൾക്ക് എന്താണ് അധികാരം? ഞങ്ങളെ നാട്ടിലെ നികുതി പിരിക്കാൻ അന്യനാട്ടുകാരായ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ ഞങ്ങളെ നാട്, ഞങ്ങളെ നാട്ടുകാർക്ക് കയറുള്ളൂ, നിങ്ങൾ നിങ്ങളെ നാട്ടിലേക്ക് പോകണം. വലിയ സ്വാതന്ത്ര്യപ്രേമിയായ, രാജ്യത്തോട് കൂറ് പുലർത്തിയ പണ്ഡിതനാണ്, മഹാനാണ്. അതോടുകൂടെ രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുള്ള പണ്ഡിതൻ ഉമറുൽ ഖാദി ബിലങ്കൂത്തി റഹിമഹുല്ലാഹ്. ന്യായല്ലേ പറഞ്ഞത്? ജഡ്ജിക്ക് ദേഷ്യം പിടിച്ചു. ജഡ്ജി ഇംഗ്ലീഷുകാരൻ, ബ്രിട്ടീഷുകാരൻ ജഡ്ജിയാണ്. ദേഷ്യം പിടിച്ചു. മുസ്ലിയാരെ, ഇത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന രാജ്യമാണെന്നറിയില്ലേ എന്ന് ചോദിച്ചു. മാതാ തഖൂലിയ ബഫാൽ. ഉമർ ഖാദിന്റെ പറഞ്ഞു, എന്താ വിഡ്ഢി നീ പറയുന്നത്, ഞങ്ങളെ നാടല്ലേ എന്ന് ചോദിച്ചു. ഉമർ ഖാദി അത് പറഞ്ഞതോടെ ജയിലിലിടാൻ വിധിയായി. ഉമർ ഖാദി തങ്ങൾ ജയിലിൽ പോകുമ്പോ അനുയായികൾ പിന്നാലെ, ഒറ്റക്ക് പോകാൻ വിടൂല, ഞങ്ങളും വരുന്നു. ഉമർ ഖാദി ഒരൊറ്റ പ്രസംഗം, നിങ്ങൾക്ക് സമാധാനത്തോടെ പിരിഞ്ഞു പോകണം. നിങ്ങൾ പ്ലെയിന് തട്ടണം എന്നല്ല പറഞ്ഞത്, കാശ്മീർ തീവ്രവാദിയല്ല. നിങ്ങൾ പ്ലെയിന് തട്ടണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകണം. ജയിലിൽ കിടക്കൽ ഒരു പ്രശ്നമല്ല. എന്റെ നേതാവ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിരപരാധിയായി ജയിലിൽ കിടന്നിട്ടുണ്ട്. അബൂ ഹനീഫ തങ്ങൾ ജയിലിൽ പോയിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജയിലിൽ പോയിട്ടുണ്ട്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹിന്റെ കൈക്ക് ആമം വെച്ച് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നിരപരാധികളാണെന്ന് തെളിഞ്ഞപ്പോൾ അവരെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോവുക സമാധാനത്തോടെ. നിങ്ങൾ ഭീകരവാദികളാകണ്ട, നിങ്ങൾ തീവ്രവാദികളാകണ്ട. റബ്ബിന്റെ തീരുമാനമനുസരിച്ച് എനിക്കതിന് പ്രതിഫലം ലഭിക്കും. ഉമർ ഖാദി പ്രസംഗം കഴിഞ്ഞ് ജയിലിലേക്ക് പോയി. പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം വേണം. പോലീസുകാരിൽ നിന്ന് വെള്ളം കിട്ടാൻ ജയിലിൽ പോയി. വാതിലിന് മുട്ടി. പോലീസുകാർ വന്നു, എന്താ മുസ്ലിയാരെ, ഞാൻ പാതിരക്ക് തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, അതിന് ഒതുവെടുക്കാൻ വെള്ളം വേണം, നിങ്ങൾ വെള്ളം കൊണ്ടെത്തരുമോ? ഉമർ ഖാദിക്ക് പോലീസുകാര് വെള്ളം കൊടുക്കുന്നു. ആ വെള്ളമെടുത്ത് ഉമർ ഖാദി ഒതുവെടുക്കുന്നു. ഒതുവെടുത്തുകൊണ്ട് ഉമർ ഖാദി റഹിമഹുല്ലാഹ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ജയിലും പൂട്ടിയിട്ട് താക്കോലുമെടുത്ത് പോലീസുകാര് പുറത്തുപോയി കാത്തു നിൽക്കുന്നു. പിറ്റേ ദിവസം ജയില് തുറന്നു നോക്കുമ്പോ ഉമർ ഖാദി ജയിലിലില്ല. താക്കോല് പോലീസുകാരെ കയ്യിലുണ്ട്. കോഴഞ്ചേരി പള്ളിയിൽ നിന്നാണ് ബാക്കി നിസ്കരിക്കുന്നത്. ദുആനിസ്കരിച്ചിട്ട് പറയുന്ന ഒരാളെ വിളിച്ചിട്ട്, മോനെ ആ പോലീസുകാരെ ജോലി പോയി പോകും, നീ പറയണം ഞാനിവിടെ ദുആനിസ്കരിക്കുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടെന്ന് പറയാ. CNN അഹമ്മദ് നിങ്ങളെ കൂട്ടുകാരനല്ലേ? അദ്ദേഹം സർവ്വകറാമത്തും വിഷയത്തെങ്കിലും മഹത്തായ മാപ്പിളമാരുടെ മഹത്തായ പാരമ്പര്യത്തെ കഴിഞ്ഞില്ലേ അയാൾ? പാരമ്പര്യത്തിൽ എന്താ പറഞ്ഞത്? പുസ്തകത്തിൽ എന്തേ പഠിച്ചത്? ഉമർ ഖാദിയെ ജയിലിലടിച്ചു. ജയിലിൽ നിന്ന് ഉമർ ഖാദി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിന്റെ പേരാ സാറേ കറാമത്ത്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ക്ഷമിച്ചു. ക്ഷമിച്ചവർക്ക് അല്ലാഹു നൽകി. പിന്നീട് കലക്ടറെ കാണാൻ കോഴിക്കോട്ട് വന്ന് വെളിയങ്കോടുന്നു. മഞ്ചേരി കയറിയിട്ടാ വരുന്നത്. പോലീസുകാരൊന്നും ജയിലിൽ നിന്ന് കാണാതായ പുള്ളിയാണ്. നിങ്ങൾ മഞ്ചലിൽ കയറി പോകില്ല. അന്നത്തെ വാഹന മഞ്ചലി. ചെറിയ കുട്ടികൾക്ക് അറിയുമെന്ന് അറിയില്ല, ഞാൻ മഞ്ചലി കണ്ടിട്ടുണ്ട്. വയസ്സന്മാർക്കൊക്കെ അറിയും മഞ്ചലി. അറിയാരെ മഞ്ചലി
വലിയ VIP പോകുന്ന വാഹനമാണ് മഞ്ചൽ കയറിയിട്ട് പോവാണ്. മഞ്ചലിൽ കയറി ഇങ്ങക്ക് പോയിക്കൂടെ, നിങ്ങൾ പുള്ളിയാണ്, ജയിൽ പുള്ളിയാണ്, നിങ്ങൾ നടന്നു പോകണം. അവർക്ക് അത് സംഗതി ശരിയാണ്. ഇയാൾ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞത് ശരിയാണ്, അത് ശരിയാണ്. ഒരു ജയിൽ പുള്ളി പോകുമ്പോ മഞ്ചലല്ല അവരെ കൂട്ടിക്കൊണ്ടുപോയി നടത്തിയിട്ടാണ്. പക്ഷെ ഇത് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല, ഞാൻ തന്നെ പോകുന്നില്ലേ അങ്ങോട്ട്. അപ്പൊ പിന്നെ എനിക്ക് ഈ മഞ്ചലിൽ പോകുന്നതിന് എന്താ വിരോധം? പോലീസുകാർ ന്യായാണ് അയാൾ പറഞ്ഞു. മൂപ്പരന്നെ പോകുന്നില്ല, നമ്മൾ കൂടെ പോകുന്നതല്ലേ. കോഴിക്കോട് കലക്ടറുമായി സംസാരിച്ച് ജയിലിൽ കിടന്നു, ദിവസങ്ങളോളം കിടന്നു. ജയിലിൽ നിന്നൊരു നീണ്ട കത്ത് ആർക്ക്? ശൈഖ് മമ്പറം തങ്ങൾക്കാണ്. തങ്ങൾക്ക് നീണ്ട ഒരു കത്ത്. ആ കത്തിൽ വിവരങ്ങൾ എഴുതി. മമ്പറം തങ്ങളുടെ പ്രവർത്തനത്തോട് ജയിലിൽ നിന്നിറങ്ങി. ക്ഷമിച്ചവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടോ? സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഏത് പ്രവർത്തന രംഗത്തും ക്ഷമിക്കുക, ദീനിന്റെ പ്രവർത്തനം നടത്തുക, നല്ല നല്ല മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് ലോകത്തിന്റെ പ്രതിഭാസമാണ്, ലോകത്തിന്റെ ചരിത്രമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ സമാധാനിയാണ്. വീട് വളഞ്ഞ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അനുയായികൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ പറയുന്ന, അനുയായികളെ, ഞാൻ ചോര ചിന്താനില്ല. സുന്നി യുവജനത്തിന്റെ പ്രവർത്തകർക്കറിയില്ലേ, SSFന്റെ പ്രവർത്തകർക്കറിയില്ലേ, SSFന്റെയും SUSന്റെയും അരഡസനോളം പ്രവർത്തകന്മാർ ഈ 10ഓളം വർഷങ്ങൾക്കിടയിൽ കുണ്ടൂരിലെ മുഹമ്മദ് കുട്ടിയും അപ്പുറത്തതാ നമ്മുടെ അമ്പലക്കണ്ടിയിൽ അടിക്കാതിൽ മടക്കും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ റോട്ടിലേക്ക് പച്ചയായി കൊന്നിട്ട് തലയിൽ അടിവച്ചേറ്റിയിട്ട് നമ്മുടെ നേതാക്കന്മാർ മഹാനായ ഉള്ളാൾ തങ്ങൾ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതേ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപോലെ ഉറ്റുനോക്കുന്ന ലോക മഹാപണ്ഡിതൻ ശൈഖുനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. കുതന്ത്രങ്ങൾ നിലഞ്ഞ് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ തുനിഞ്ഞ പലരെയും ഈ ലോകത്ത് അല്ലാഹു ഇരുത്തേണ്ടിടത്തിയിരുത്തിയിട്ടുണ്ട്. എനിക്കും അല്ലാഹു ഇരുത്തട്ടെ. സഹോദരന്മാരെ, ആ കാന്തപുരം പറഞ്ഞു അനുയായികളോട്, ഉള്ളാൾ പറഞ്ഞു അനുയായികളോട്, ജനങ്ങളെ, നമുക്ക് നിയമം കയ്യിലെടുത്തുകൂടാ. നമ്മുടെ പ്രവർത്തകരെ കൊന്നതിന് പകരം കൊന്നുകൂടാ. രാഷ്ട്രത്തിന്റെ നിയമം നമ്മൾ മറികടക്കരുത്, രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്കെതിരെ ചെയ്യരുത്, നമ്മൾ നിയമം കയ്യിലെടുക്കരുത്, നമ്മൾ ഭീകരവാദികളാകരുത്, കൊന്നവരെ തന്നെ പകരം കൊല്ലരുത്. അതിവിടെ കോടതിയുണ്ട്, കോടതിയാണ് ചെയ്യേണ്ടത്, ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. നമ്മൾ കയ്യിൽ നിയമമെടുക്കരുത്, നമ്മൾ കൊന്നവനെ പോലും പകരം നമ്മൾ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോ അതാ അച്ചടക്കമുള്ള നേതാക്കൾ പറഞ്ഞാലും മരിക്കാൻ തയ്യാറാണ്. പക്ഷേ അവർ അസമാധാനികളായ നേതാക്കളുടെ ഉപദേശ നിർദ്ദേശം സ്വീകരിച്ചു സമാധാനികളായി നീങ്ങുമ്പോൾ ആ മഹാന്മാരുടെ പേരിൽ ഇല്ലാത്ത ആരോപണം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരില്ലേ? കണ്ടോ നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആരോപണം പറഞ്ഞുണ്ടാക്കി. മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ മകനെ കൊല്ലാൻ കത്തയച്ചു ആരോപണം പറഞ്ഞുണ്ടാക്കി. ചില സാഹചര്യ തെളിവുകൾ കുതന്ത്രം നിലയുന്നവർ പടച്ചുണ്ടാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ബദരീങ്ങൾ വരുന്നു. ഒന്ന് ഓർഡർ ചെയ്യൂ അമീറുൽ മുഅ്മിനീൻ, ഈ വളഞ്ഞവരെ ഞങ്ങൾ തുരത്തിക്കൊള്ളാം, ഞങ്ങൾ ബദരീങ്ങളാൽ, ഞങ്ങൾക്ക് ഈമാനുള്ള ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ജനങ്ങളെ, ചോര ചിന്താൻ ഞാൻ ആശിക്കുന്നില്ല,
അവന് സ്വയം പിരിഞ്ഞു പോവുകയല്ലാതെ ഞാൻ അവരോട് യുദ്ധം തുടങ്ങാറില്ല. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിക്കോ. ഞാൻ മരിക്കുന്ന സമയത്ത് എന്തായാലും ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കുമെന്നെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിന് ക്ഷമിച്ചാൽ അള്ള പ്രതിഫലം തരുമല്ലോ. നിങ്ങൾ മടങ്ങിക്കോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞ ഭീകരന്മാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന സമയത്ത് വെട്ടിക്കൊണ്ടു കളഞ്ഞില്ലേ? അതിന്റെ പേരിൽ എന്തുണ്ടായി? നമ്മുടെ അരീക്കാട് പള്ളിയിലും എല്ലാ വെള്ളിയാഴ്ചയും അതാ പറയുന്ന അല്ലാഹുമ്മ റബ്ബന സയ്യിദുൽ അഖ്താൽ അമീറുൽ മുഅ്മിനീന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ലോകമൊട്ടാകെ അവിടുത്തെ പേര് ഇന്നും പറഞ്ഞു റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ആയുസ്സത്താതെ മരിച്ചിട്ടില്ല, ആയുസ്സത്താതെ മരിക്കില്ല. മരിക്കുമ്പോ ഷഹീദായി മരിച്ചാൽ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം വലിയ സ്ഥാനം കിട്ടിപ്പോയി. സഹോദരന്മാരെ, അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങണം. ഒരിക്കലും പതറാതെ മുന്നോട്ട്. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇന്നീ ഖതൽതു മുഹമ്മദാ, നിങ്ങളെ നേതാവിനെ ഞങ്ങൾ ശരിയാക്കി. നേതാവിനെ ഞങ്ങൾ ശരിയാക്കി എന്ന് പറഞ്ഞപ്പോ നേതാവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ചിലർ പതറിപ്പോയി. പക്ഷേ ഏറ്റവും സ്നേഹിക്കുന്നത് അന്യായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പതറിയില്ല, ഓടിയില്ല, ചിതറിയില്ല, ഉറച്ചവിടെ നിന്നു. അങ്ങനെ എന്തൊക്കെ പറയും, അങ്ങനെ ആരൊക്കെ പറയും. പക്ഷേ ഇവിടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. അവിടെ ഒരൽപ്പവും പിന്നോട്ടില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു, സ്ഥൈര്യത്തോടെ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറച്ചു നിൽക്കുന്നു. നബി തങ്ങളുടെ 4 ഭാഗത്തും കറങ്ങുന്നു. എവിടെ നിന്ന് അമ്പ് വരുമ്പോഴും സിദ്ദീഖുൽ അക്ബർ തടുക്കുന്നു. സഹോദരന്മാരെ, അതാണ് ഈമാൻ, അതാണ് ദീനീ പ്രവർത്തനം. ക്ഷമയോടെ ദീനീ പ്രവർത്തനം നടത്തണം. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് സകാത്ത് കൊടുക്കണം, ധർമ്മം ചെയ്യണം, സാധുക്കളെ സ്നേഹിക്കണം, വയസ്സന്മാരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കാതെ ബഹുമാനിക്കണം. നാം സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, എല്ലാ നന്മകളും ജീവിതത്തിൽ പകർത്തണം. കള്ളുകൂടിയന്മാരാകരുത്, കഞ്ചാവൂരിക്കാരാകരുത്, നാം വേണ്ടാത്തത് പറയുന്നവരാകരുത്. ഖുർആൻ പാരായണം ചെയ്യണം, സ്വലാത്ത് കൊള്ളണം, നന്മകൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മരിക്കണം. അല്ലാഹു സാധുക്കളായ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരും പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന എല്ലാവരും സദസ്സിലേക്ക് വരണം. നമുക്ക് റബ്ബിനോട് താണുകയൊരു ദുആ നടത്തണം. യാ മൻ യജീബു ദുആൽ മുതർരിഫിൽ ഉലമീ യാ കാശിഫൽ ബൽവാമ السقمي هب لي بجودك فضل الأثم أنزلني يا من إليه رجاء الخلق في الحرم. അലി റളിയല്ലാഹു അൻഹു ഹറമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ദ്വാരക്കുന്നത് കേട്ടു. നീണ്ട സംഭവമാണ്. ഉത്തരം ചെയ്യുന്ന റബ്ബേ, ഏത് രോഗവും മാറ്റുന്ന റബ്ബേ, ഹറമിലുള്ളവരൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്ന റബ്ബേ, പ്രതീക്ഷ ചെയ്യണം. ഈ അർത്ഥം വരുന്ന പദ്യം വലിയ ദുആയാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന ആരാണത്? ചെന്ന് നോക്കണം. ചെന്ന് നോക്കുമ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി. മാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആളെ അയച്ചു. ആരാണ് ആ പദ്യം ചൊല്ലുന്നത്? ആരാ ദുആയിരിക്കുന്നത്? ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയിരിക്കുന്നു, ആകെ തളർന്നിരിക്കുന്നു. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ.
അലി റളിയല്ലാഹു തആല തങ്ങൾ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ എഴഞ്ഞെഴഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ സമീപത്തെത്തി. എന്താ മോനെ നിന്റെ ചരിത്രം? ഓ അമീറുൽ മുഅ്മിനീൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ, പക്ഷേ എനിക്ക് അല്ലാഹുവിനുള്ള ചിന്തയുണ്ടായില്ല, ഇന്നതേ പറയാവൂ എന്ന് തോന്നിയില്ല, ഇന്നതേ ചെയ്യാവൂ എന്നെനിക്ക് തോന്നിയില്ല. പഠിച്ചവന്റെ ലോകത്തിൽ പലതും ചെയ്തു, അവൻ കൽപ്പിച്ചത് പലതും കൈയൊഴിച്ചു, തെമ്മാടിയായി പോയി. ഞാനിങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ബാപ്പ എന്നെ വിളിച്ച് ഉപദേശിച്ചു, ഞാനത് ചെവിക്കൊണ്ടില്ല, പിന്നെയും ഉപദേശിച്ചു. ഉപദേശിക്കുന്ന സമയത്ത് എനിക്ക് വെറുപ്പ് പിടിച്ചു. ബാപ്പയുടെ സമീപത്തിൽ നിന്ന് ബാപ്പക്കൊരൊറ്റ അടി കൊടുത്തു. വയറ് പറഞ്ഞ മുസ്ലിയാർക്ക് തല്ലാണ്, വയറ് പറഞ്ഞ ബാപ്പക്ക് തല്ലാണ്, നല്ലത് പറഞ്ഞു തന്ന വകയിൽ അടി കൊടുത്തു. വയറ് പറഞ്ഞ ബാപ്പയെ അടിച്ചു. ബാപ്പ വേദനയോടെ ഹറമിൽ ചെന്നൊരൊറ്റ ദുആ, ഞാനെന്ത് തെറ്റ് ചെയ്തു? വയറ് പറഞ്ഞതല്ലേ ചെയ്ത തെറ്റ്, അതിനല്ലേ തല്ലിയത്? ഒരൊറ്റ ദുആ കഴിയുമ്പോഴേക്ക് എന്റെ ശരീരത്തിൽ ഒരു ഭാഗം തളർന്നു. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഞാൻ ബാപ്പനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു. ബാപ്പയോട് ഞാൻ പറഞ്ഞു, പൊരുത്തപ്പെട്ടു. ബാപ്പ പൊരുത്തപ്പെട്ടു. ബാപ്പക്കും അവരോടുള്ള വാത്സല്യമല്ലേ? പൊരുത്തപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു, ബാപ്പയൊന്ന് ഹറമിലേക്ക് പോകണം, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞാൻ രക്ഷപ്പെടാൻ. ബാപ്പ ഒട്ടകപ്പുറത്ത് കയറി ഹറമിലേക്ക് നടന്നു. ഒട്ടകം ബാപ്പയെ കൊണ്ടുപോയി ഒരു മലയിടത്തിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ബാപ്പ മരിച്ചുപോയി. അനുകൂലമായി എനിക്ക് പ്രാർത്ഥിച്ചു തരാൻ കഴിയാതെ ബാപ്പ മരിച്ചു. ബാപ്പയുടെ ദുആ കിട്ടിയില്ല. ഹറമിൽ വന്ന് ഞാൻ കരയുകയാണ് റബ്ബിനോട്, എന്റെ രോഗം മാറിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിക്കുന്ന, ബാപ്പ പൊരുത്തപ്പെട്ടത് ശരിയാണോ മോനെ? പൊരുത്തം വേണ്ടവരുടെ പൊരുത്തമില്ലെങ്കിൽ മഹാന്മാരിടപെടൂല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഞാൻ പറയുന്നു, വല്ലാഹി ബാപ്പ പൊരുത്തപ്പെട്ടതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് മാറി നിന്ന് വേണ്ട കുറച്ച് റകഅത്ത് നിസ്കരിക്കുന്നു. അതേ സ്വലാത്തുൽ ഹാജത്ത് മുറാദ് ഹാസിലാകാനുള്ള നിസ്കാരമുണ്ട്. ഖുതുബിയ്യത്തിൽ മുമ്പുള്ള നിസ്കാരം കണ്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. നിസ്കാരം കൊണ്ട് സഹായം തേടിക്കോ എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. സ്വലാത്തുൽ ഹാജത്ത് ആവശ്യം വീട്ടി കിട്ടാനുള്ള നിസ്കാരം, നീണ്ട നിസ്കാരം നിർവഹിച്ച അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മാറി നിന്നൊരൊറ്റ ദുആ കഴിഞ്ഞ് നേരെ വന്നിട്ട് ഈ കുഴഞ്ഞു കിടക്കുന്ന ശരീരം, കുഴഞ്ഞു പോയ തളർന്നു പോയ ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, യാ മുബാറക്, യാ മുബാറക്, അനുഗ്രഹീത മനുഷ്യ, എഴുന്നേറ്റ് നടന്നോ. പറഞ്ഞങ്ങ് തീരുമ്പോൾ ആരോഗ്യത്തോടെ ആ ചെറുപ്പക്കാരൻ നടന്നു പോകുന്നു. എന്നോടേകളുടേവൻ തന്റെ ആകുന്നേ ഞാൻ ചൊല്ലി ആകുന്നോവരൂഹിന്റെ മഹാന്മാർക്ക് റബ്ബ് കൊടുക്കുന്ന പവറാണ്. മുസീബത്തുകൾ ഇറങ്ങാതെ റബ്ബിന്റെ റഹ്മത്ത് ലഭിച്ച് ജീവിക്കുന്നവരിൽ നമ്മ ഉൾപ്പെടുത്തി തരട്ടെ. തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ മുസീബത്തുകൾ റബ്ബ് വെറുതെ വരട്ടിയേക്കും. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ വിമുക്തരായി ജീവിക്കാൻ ശ്രമിക്കണം ചെറുപ്പക്കാരെ. റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏറ്റിത്തരട്ടെ. ഫർദിനും സുന്നത്തിനും ഒക്കെ വില കൽപ്പിക്കണം. ഹറാമും കറാഹത്തും ഒക്കെ അങ്ങ് ഒഴിവാക്കിയേക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിസ്കരിച്ചിരിക്കുമ്പോ പള്ളിയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. റസൂലുള്ളാഹി മുന്നിലെ സഫിൽ ഇമാമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ ദിക്റിനും ദുആക്കും നിൽക്കാതെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് അതാ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നു. ദിക്റും ദുആയും കഴിഞ്ഞിരുമ്പോ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ചുമരിങ്ങോട്ട് പിടിച്ചു. പിടിച്ചൊന്ന് കുലുക്കി. നമ്മുടെ കുട്ടികൾ സൈക്കിളിന്റെ ട്യൂബിൽ കാറ്റ് കൊടുക്കുന്നത് കാണില്ല.
പിടിച്ചെന്ന് വിളിക്കിട്ട് പറഞ്ഞു ഈ ഇരിക്കടാ അവിടെ. ജൂതക്രിസ്ത്യാനികൾ നശിച്ചു പോയത് തന്നെ ഫർദ് നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇടയ്ക്ക് വിടവില്ലാതെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് പിടിച്ചവിടെ ഇരുത്തി. അത് കണ്ടപ്പോ മിഹ്റാബിൽ റസൂലുള്ളാഹി നോക്കി, ഖത്താബിന്റെ മകനായ ഉമറേ, നിങ്ങൾ എപ്പോഴും സത്യത്തിന്റെ പ്രവർത്തനം രംഗത്തുണ്ട്, സത്യത്തിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ രംഗത്തുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ വകയിൽ ഒരു അഭിനന്ദനം. ഇസ്കാത്തിൽ ഹദീസ് കാണാം. അതാ ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റ് എന്തോ ഒരു മതകാര്യം, ഒരു ഇൽമ് സംസാരിച്ചു. ഖുത്ബക്ക് മുമ്പ് ഒരു ഇൽമ്, ഒരു മതകാര്യം സംസാരിച്ചു. അപ്പൊ വേറെ ഒരാൾ സംസാരിച്ചു. ഇരിക്കണം അവിടെ, നിങ്ങളുടെ ഈ ഇൽമ് പറയലൊക്കെ ജുമാ കഴിഞ്ഞതിന് ശേഷം. ഖുത്ബക്ക് മുമ്പ് എന്താണ് ഇൽമ് പറയൽ, ഖുത്ബക്ക് മുമ്പ് എന്താണ് വേറൊരു പരിപാടി. ഇരിക്കണം അവിടെ. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സവിസ്തരം ജുമാ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു പറയാം. ഇരിക്കവിടെ. അവിടെ ഇരുത്തിച്ചു. ജുമാന്റെ ശേഷം പറഞ്ഞു. കാരണം ജുമാക്ക് ഖുത്ബന്റെ മുമ്പ് ഒരു ഇൽമ് പറയൽ ഇല്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഔലിയാക്കളിൽ പ്രമുഖനായ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും ആധികാരിക പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളുടെ മുന്നിൽ വെച്ച് ഇൽമു പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്താൻ പാടില്ലെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാം മുഹീദ്ദീൻ നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെണ്ണുന്നതാണ്. അത് ഹദീസിന്റെ വ്യാഖ്യാനം പറയുന്ന കിതാബാണെങ്കിലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശറഹ് മുസ്ലിം നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ കാണാം. സുന്നത്ത് കൈയൊഴിക്കരുത്, കറാഹത്ത് ചെയ്യരുത്, ഹറാമ് ചെയ്യരുത്, എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കണം. അങ്ങനെ നിന്നാലോ മുസീബത്ത് കുറയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടായി. ഇപ്പം ഭൂകമ്പമുണ്ടായി. നമ്മളെ ഭരണാധികാരികൾ എന്ത് പറഞ്ഞു? ഇറങ്ങി ഓടിക്കോന്ന്. ഭൂകമ്പമുണ്ടാവുമ്പോൾ ഇറങ്ങി ഓടിക്കോന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടായി. മദീന കുലുങ്ങി, പർവ്വതങ്ങൾ ഇപ്പം വീഴുമെന്ന് തോന്നി. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ത് ചെയ്തു? തന്റെ കയ്യിലുണ്ടൊരു ചാട്ടവാറ്. വികൃതി കളിക്കുന്നവരെ അടിക്കാനുള്ളതാ. പോലീസുകാരെ ലാത്തില്ല. വികൃതി കളിക്കുന്നവരെ അടിക്കാനുള്ളതാ. ഈ ഭൂമി എന്തിനു കുലുങ്ങണം? ഞാനിവിടെ നന്നായി ഭരണം നടത്തുമ്പോ, ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാതെ ഭരണം നടത്തുമ്പോ എന്തിനു കുലുങ്ങണം? ഭൂമി വികൃതിയല്ലേ? അത് ഭൂമിയുടെ വികൃതിയല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ട് ഭൂമിക്കൊരൊറ്റ അടി കൊടുത്തു. അടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലി, ഭൂമി അടങ്ങിക്കോ, ഭൂമി അടങ്ങിക്കോ. ഒരൊറ്റ അടി കൊടുത്തിട്ട് പറയുന്ന, ഞാൻ നീതിപൂർവകമായ ഭരണം നടത്തിയിട്ടില്ലേ? നീ കുലുങ്ങുന്നതെന്തിനാണ്? ഒരൊറ്റ അടി ഉമർ ഇബ്നുൽ ഖത്താബ് അടിച്ചപ്പോൾ ഭൂമിയുടെ കുലുക്കമങ്ങ് നിന്നു. ഇമാം ഫസലി റഹിമഹുല്ലാഹ് മജാലിസുസ് സനീയിൽ, ഇമാം സുൽക്കി തബഖാത്തുൽ കുബ്രയിൽ, ഇമാം റാസി തഫ്സീറിൽ ഒക്കെ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. സഹോദരന്മാരെ, ഉടയവൻ തന്റേകല്ലാകും ഞാൻ ചൊല്ലില്ലാകും മതെന്നോവറൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക്, മഹാന്മാർക്ക് പവർ നൽകി. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവരെയും നന്നാക്കി തരട്ടെ. എല്ലാവരും ദിക്ർ ചൊല്ലണം. ജദ്ദിദൂ ഈമാനക്കും.